വെൽക്കം ടു സ്കോർ അക്കാഡമി. അപ്പോൾ നിങ്ങളൊക്കെ RRB ഗ്രൂപ്പ് ഡി എക്സാം എഴുതാൻ പ്രിപ്പയർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ ഫൈനൽ സ്റ്റേജ് ആണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ എക്സാം 2022 നടന്ന ഗ്രൂപ്പ് ഡി എക്സാമിന്റെ ഒരു ഷിഫ്റ്റിലെ മാത്സിന്റെ ഫുൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഷിഫ്റ്റിൽ ചോദിച്ച മാത്സിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചോദിച്ചത് ഫസ്റ്റ് ഷിഫ്റ്റിലാണ്, അതായത് 17/8 ചോദിച്ച ആദ്യത്തെ ഷിഫ്റ്റിൽ ചോദിച്ച ഒരു ദിവസം 3 എക്സാം നടക്കുമല്ലോ. അപ്പോൾ അതിൽ ആദ്യത്തെ ഷിഫ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ 2000 എത്ര റുപ്പീസ് 2000 അറ്റ് 8.25%. അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് 8.25 പെർ ആനം ഫോർ എ പീരീഡ് ഓഫ് 7. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് നമ്മൾ എത്ര വർഷം എന്നല്ല തന്നിട്ടുള്ളത്, ഇവിടെ ഒരു സ്പെസിഫിക് ഡേറ്റ് നമ്പർ ഓഫ് ഡേ ആണ് തന്നിട്ടുള്ളത്. അതായത് 7 ഫെബ്രുവരി മുതൽ ഏപ്രിൽ 20 വരെയാണ് തന്നിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ട ഓരോ ഡേയിൻ്റെ ആണ് എത്ര ഡേയ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഇതിന് ഇടയിൽ എത്ര ഡേയ്സ് ഉണ്ടാവും? 2022 ലീപ്പ് ഇയർ ആണോ? അല്ല. 2022 ലീപ്പ് ഇയർ ആണോ? അല്ല. 2022 ലീപ്പ് ഇയർ അല്ല. 2020 ലീപ്പ് ഇയർ ആണ്. ഓക്കെ, അപ്പോൾ 22 ലീപ്പ് ഇയർ അല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫെബ്രുവരിയിൽ എത്ര ഡേയ്സ് ഉണ്ട്? 28 ഡേയ്സ് ഉണ്ട്. അപ്പോൾ 7-ാം തീയതി മുതൽ 28 വരെ എത്ര ഡേയ്സ് ഉണ്ട്? എത്ര ഡേയ്സ് ആണ്? 22 ഡേയ്സ് ആണ് ടോട്ടൽ ഉള്ളത്. ക്ലിയർ? 7-ാം തീയതി മുതൽ 28 വരെ 22 ഡേയ്സ് ഉണ്ട്. പിന്നെ അതായത് 7-ാം തീയതി കൂട്ടണം. 7-ാം തീയതി കൂട്ടാണ്ട് കരുത്. അപ്പോൾ 21 ഡേയ്സേ ഉള്ളൂ. നമ്മൾ ഇൻട്രസ്റ്റ് കൂട്ടുന്ന ആ ഡേയും കൂട്ടില്ലേ. പിന്നെ എത്രയാണുള്ളത്? അടുത്തത് ഫെബ്രുവരി, മാർച്ച് 31 ഉണ്ട്. ഏപ്രിൽ 20 വരെയാണ് ഉള്ളത്. ഏപ്രിൽ 20. സോ ടോട്ടൽ നമുക്ക് 73 ഡേ ആണുള്ളത്. ക്ലിയർ? 73 ഡേ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഇയറിലേക്ക് മാറ്റണം. ഇൻട്രസ്റ്റിനെ ഇയറിലേക്ക് മാറ്റണം. ഇത് എത്രയാണ് ഇയർ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ അതിന് മുന്നേ നമുക്കൊന്ന് ഇയറിലേക്ക് മാറ്റാം. 73 / 360 ചെയ്താൽ എത്ര ഇയർ ആണെന്ന് കിട്ടും. എത്രയാണ് ഇത് ചെയ്താൽ? ഇതേ ബൈ ഇത് 5. അപ്പോൾ 1/5 ഇയർ ആണ് ഉള്ളത്. 1/5 ഇയർ ആണ് ഉള്ളത്. നമുക്ക് അത്രയും ഇയറിൻ്റെ ആണ് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുപിടിക്കേണ്ടത്. ഇനി 2000-ന്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 8.25%. അപ്പോൾ ഡിവൈഡ് ബൈ നമ്മൾ 100 ഇടുന്നു ഇൻറ്റു 1/5. അതായത് നമ്മൾ ഒരു വർഷത്തേക്കാണ് നമ്മൾ പഠിച്ചതല്ലേ, ഒരു വർഷത്തേക്കാണ് 8.25 എന്ന് പറയാം. ഒരു വർഷത്തേക്കാണ് 8.25% ഉള്ളത്. അപ്പം അതിനെ ശരിക്കും നമുക്ക് എത്രയാ? 1/5 ഇയറേ ഉള്ളൂ. അതായത് 1/5 ഇയർ മാത്രമേ ഉള്ളൂ. 1/5 ഇയർ മാത്രമേ ഉള്ളൂ, വർഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ഇൻട്രസ്റ്റ് റേറ്റിനെ 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ? അതായത് സപ്പോസ് അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. അതായത് നമുക്കിപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് 10 ആണെന്ന് വിചാരിക്കാം. ഇൻട്രസ്റ്റ് റേറ്റ് 10 ആണെന്ന് വിചാരിക്കാം. പലിശ നമുക്ക് 10 ആണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞു 6 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് മാത്രം, പലിശ മാത്രം കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 6 മാസം എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ, അരവർഷം. അപ്പോൾ ഇതിനെ അരവർഷം കൊണ്ട് ചെയ്താൽ 5% കിട്ടും. ക്ലിയർ? അപ്പോൾ അതുപോലെ നമ്മൾ 73 ഡേയ്സ് എന്ന് പറഞ്ഞാൽ 73 ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് 1/5 ആണ്. 1/5 വർഷമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 6 മാസം എന്ന് പറഞ്ഞാൽ 1/2 അരവർഷമാണ്. 6 മാസം എന്ന് പറഞ്ഞാൽ അരവർഷമാണ്. അതുപോലെ 73 ഡേയ്സ് എന്ന് പറഞ്ഞാൽ 1/5 വർഷമാണ്. അപ്പോൾ അതിനെ നമ്മൾ ആ ഇൻട്രസ്റ്റ് റേറ്റിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇങ്ങനെയാണ് കിട്ടുക. സോ ഇനി സിമ്പിൾ അല്ലേ? ഇനി ഇതും കട്ട് ചെയ്യുക. അതുപോലെ ഇതും കട്ട് ചെയ്യുമ്പോൾ 4 കിട്ടും. സോ 4 × 8.25. 4 × 8 എത്രയാണ്? 32. 4 × 8 32 ആണ്. 4 × 0.25 എത്രയാണ്? 0.25 ഇൻറ്റു 4 ചെയ്താൽ നമുക്ക് 1 കിട്ടും. സോ ടോട്ടൽ നമുക്ക് 33 ആണ് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുക. ക്ലിയർ? സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് 33 ആണ് കിട്ടുക. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ? അപ്പോൾ സിമ്പിൾ ആണ്. അപ്പോൾ ഇത്രയും ഞാൻ ഇപ്പം പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലെങ്തി ആയി തോന്നും. ഒന്നുമില്ല, നമുക്കതാ ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം തന്നെ ഇവിടുത്തെ നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കും. എത്ര ഡേയ്സ് ആണ് ഇതിൻ്റെ ഇടയിലെ? 73 ഡേയ്സ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബൈ 360 ഇടും. അപ്പോൾ 1/5 ആണെന്ന് കിട്ടി. ഇനി ഒന്നുമില്ല, നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് 2000 ഇൻറ്റു 8.25 ഡിവൈഡ് ബൈ 100 1/5. ക്ലിയർ? ഇതും ക്യാൻസലായി, ഇതും ക്യാൻസലായി, 4 കിട്ടി. അപ്പോൾ 33 ആണെന്ന് കിട്ടി. ക്ലിയർ? ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ജസ്റ്റ് സെക്കൻഡ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാൽക്കുലേഷൻ ഈസി ആക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട് ഓഫ് ആൻ ആർട്ടിക്കിൾ 2500 ആൻഡ് ഇറ്റ്സ് സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്.
എത്രയാണ് 2375. ദെൻ ലോസ് പെർസെൻറ്റേജ്. കോസ്റ്റ് പ്രൈസ് കൂടുതലാണ് 2500. സെല്ലിംഗ് പ്രൈസ് എത്രയാണ് 2375. കുറവല്ലേ കോസ്റ്റ് പ്രൈസ്? അതായത് കോസ്റ്റ് പ്രൈസ് നമുക്ക് തന്നു 2500. സെല്ലിംഗ് പ്രൈസ് എത്രയാണ് 2375 ആണ്. അപ്പൊ എന്താണ് നമ്മൾ വിറ്റ വിലയാണ് സെല്ലിംഗ് പ്രൈസ്. വിറ്റ വില കുറവല്ലേ? ശരിക്കും വില എത്രയാണ് 2500 ആണ്. പക്ഷെ നമ്മൾ വിറ്റത് അതിനേക്കാളും കുറച്ചാണ്. അപ്പോൾ എന്താണ് നമുക്ക് നഷ്ടമല്ലേ, ലോസ് ആണുള്ളത്. ആ ലോസ് ആയത് എത്ര പെർസെൻറ്റേജ് ആണെന്ന് ഫൈൻഡ് ചെയ്യണം. അപ്പൊ എങ്ങനെയാ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്? എത്രയാണ് ലോസ് ആയത്? നമുക്ക് 2500 ആണ് ഉള്ളത്. അപ്പൊ അതിൽ നമുക്ക് എത്ര ലോസ് ആയി? അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എടുത്താൽ പോരെ. നമുക്ക് നഷ്ടം വന്നത് എത്രയാണ്? ഇതിന്ന് ഇത് കുറക്കുക. 125 ആണ് നമുക്ക് നഷ്ടം വന്നത്. 125 നഷ്ടം വന്നു. അപ്പോൾ 125 നഷ്ടം വന്നു. എത്രയിലാണ് നഷ്ടം വന്നത്? 2500 ആണ് ശരിക്കും പ്രൈസ്. ശരിക്കും അതിന്റെ വില എന്ന് പറയുന്നത് 2500 ആണ്. 2500 ശരിക്കും വിലയാണ്. 2500ൽ 125 നഷ്ടം വന്നു. പെർസെൻറ്റേജ് മാറ്റാൻ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഇതും ക്യാൻസൽ ആയി. 125 എന്ന് പറഞ്ഞാൽ എന്താണ്? 25 × 5 ആണ്. സോ ഇതും കട്ടായി 5 കിട്ടി. സോ 5% നഷ്ടം വന്നത്. ക്ലിയർ? 5% നഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്ലിയർ? അടുത്ത നോക്കാം. പെട്ടെന്ന് നമ്മൾ ചെയ്യണം. പടപടയുടെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം. 25 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ 25ഉം പെട്ടെന്ന് ചെയ്ത് തീർക്കാം. അപ്പോൾ കാൽക്കുലേഷൻ നമ്മൾ സ്പീഡാക്കുക. അടുത്തത്, ജോൺ ബോട്ട് എ ലാപ്ടോപ്പ് അറ്റ് 25% ഡിസ്കൗണ്ട്. അപ്പോൾ 25% ഡിസ്കൗണ്ടിൽ വാങ്ങി സാധനം. 25% എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പെർസെൻറ്റേജിന്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ്. ഇതിനെ നമ്മൾ ഫ്രാക്ഷനിലേക്ക് മാറ്റും, ഭിന്നസംഖ്യയിലേക്ക് മാറ്റും 25-നെ. അതായത് 25% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാ? 1/4 ആണ്. അതെങ്ങനെ കിട്ടിയെന്ന് അറിയാലോ. അതായത് 25% എന്ന് പറഞ്ഞാൽ ഈ ശതമാനം കാണുമ്പോൾ തന്നെ നമുക്കറിയാം 25/100 ആണ്. ആ ശതമാനം ചിഹ്നത്തിന് പകരം നമ്മൾ 100 ഇടുക. ഇനി ഇത് കട്ട് ചെയ്യുമ്പോൾ 1/4 കിട്ടും. അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. അപ്പൊ 25% എന്ന് പറയുന്നതിന് പകരം നമ്മൾ 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഗുണിച്ചാൽ മതി. അത് നമുക്ക് ഇവിടെ കിട്ടി. ഇനി പറയുന്നത് എന്താണ്? മാർക്കഡ് പ്രൈസ്. ഡിസ്കൗണ്ട് കിട്ടി 25% മാർക്കഡ് പ്രൈസിൽ. ഇഫ് ഹി പെയ്ഡ് 28,473 ഫോർ ലാപ്ടോപ്പ്, വാട്ട് വാസ് ഇറ്റ്സ് മാർക്കഡ് പ്രൈസ്? മാർക്കഡ് പ്രൈസ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമുക്ക് മാർക്കഡ് പ്രൈസ് ഉണ്ട്, അതുപോലെ സെല്ലിംഗ് പ്രൈസ് ഉണ്ട്. മാർക്കഡ് പ്രൈസ് അതിന്ന് 25% ഡിസ്കൗണ്ട് കൊടുത്തു. അതായത് ഇവിടെ ഈ 1/4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഈ 1/4 എന്ന് പറഞ്ഞാൽ 4 ഉണ്ടെങ്കിൽ 25% കുറച്ചിട്ട്, അതായത് 4 ഉണ്ടെങ്കിൽ 25% കുറക്കുക എന്ന് പറഞ്ഞാൽ അതിന്ന് 1 കുറക്കുക എന്നാണ്. അതായത് 4 ഉണ്ട്, ഇപ്പോൾ അതിൻ്റെ 25% കുറച്ചു എന്ന് പറഞ്ഞാൽ ഈ മേലെ കാണുന്ന സാധനം കുറച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ 3 ആയി. ഓക്കെ, 4 ഉള്ളത് 25% കുറച്ചിട്ട് 3 ആയി. ഇനി 25% കൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ഉള്ളത് 25% കൂട്ടി എന്ന് പറഞ്ഞാൽ ഈ മേലെ ഉള്ളത് ഇതിന്റെ കൂടെ കൂട്ടും 5 ആവും. അതാണ് പറയുന്നത്. ക്ലിയർ? ഇനി നമുക്ക് 20%, ഒരു എക്സാമ്പിൾ ഞാൻ വേറൊന്ന് പറയാം. 20% എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് നമുക്ക് 1/5 എന്ന് എഴുതാം. അപ്പോൾ ഒരു സാധനത്തിന്റെ 25% കുറച്ചു എന്ന് പറഞ്ഞാൽ ശരിക്കും എത്രയാണ്? 5 ആണ് അവിടെ എഴുതിയിട്ടുണ്ടാവുക. അതിന്റെ 20% കുറച്ചു എന്ന് പറഞ്ഞാൽ ഈ മേലെ കാണുന്ന 1 കുറക്കുക 4 ആയി. 5 ഉള്ളത് 4 ആയി. ഇനി 20% കൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ഉള്ളത് 6 ആയി. ഓക്കെ, അപ്പോൾ നമ്മളൊരു വെറുതെ ഒന്ന് അസ്യൂം ചെയ്യുന്നതാണ്. അതായത് ഇപ്പൊ 5 ഉണ്ടെങ്കിൽ 20% കൂട്ടിയാൽ 6 ആവും. ഇവിടെ 4 ഉണ്ടെങ്കിൽ 25% കുറച്ചാൽ 3 ആവും. അപ്പൊ ഇതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഇനി വാട്ട് വാസ് ഇറ്റ്സ് മാർക്കഡ് പ്രൈസ്? അപ്പൊ അങ്ങനെയാണെങ്കിൽ മാർക്കഡ് പ്രൈസ് ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്താ? ഇഫ് ഹി പെയ്ഡ്, അതായത് പേ ചെയ്തത് എന്ന് പറഞ്ഞാൽ എന്താണ്? പേ ചെയ്തതെന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് നമുക്ക് തന്നു. അപ്പൊ ഈ 3 എന്ന് പറഞ്ഞത് നമ്മൾ ഒരു വിചാരിച്ചാണ് നമ്മൾ ഇത്ര ആവുന്നത്. അതായത് നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ ഒരു അസ്യൂം ചെയ്തു 3 ആണ് സെല്ലിംഗ് പ്രൈസ്, 4 മാർക്കറ്റ് പ്രൈസ് ആണെങ്കിൽ 25% കുറച്ചിട്ട് 3 ആണ് എനിക്ക് കിട്ടിയതെന്ന് നമ്മൾ സാധനം വാങ്ങിയതെന്ന് നമ്മൾ വിചാരിച്ചു. അപ്പോ ക്വസ്റ്റ്യനിൽ ശരിക്കും തന്നിട്ടുണ്ട് ഈ 3 നമ്മൾ വിചാരിച്ച സാധനം ശരിക്കും അതിന്റെ പ്രൈസ് എത്രയാണ്? 28,473 ആണ് ശരിക്കും അതിന്റെ വില, അല്ലേ? അപ്പൊ 3 എന്ന് പറയുന്നത് 28,000 സംതിങ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരിക്കും ഇവിടെ പറയുന്നത് എന്താ? മാർക്കറ്റ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്താണ്? മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 4 യൂണിറ്റ് ആണ്. 3 യൂണിറ്റിന്റെ വില 28,000 കിട്ടി. അപ്പൊ 4 യൂണിറ്റിന്റെ വില എന്താണ്? അതായത് 3 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര കിട്ടും.
അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ഇങ്ങോട്ട് പോയി 28,000 ഇത് ഡിവൈഡ് ബൈ 3 ആയാൽ ഒരു യൂണിറ്റ് ആയിട്ട്. നമുക്ക് വേണ്ടത് 4 യൂണിറ്റ് ആണ്. 4 യൂണിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ 4 ഗുണിക്കണം. അപ്പോൾ ഇവിടെയും 4 ഗുണിക്കണം. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ കിട്ടാൻ ഈ 3ഉം ഇതും കട്ട് ചെയ്താൽ 9 കിട്ടും. റിമൈൻഡർ എത്രയാണ്? 1 14 4, റിമൈൻഡർ 2 27 9 1 ഇൻറ്റു 4 ചെയ്യണം. ഇൻറ്റു 4 ചെയ്യണം. അപ്പോൾ ഇവിടെ ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ കുറച്ച് എന്താ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കുക, എന്തായാലും ഇത് 4ന്റെ ഗുണിതമായിരിക്കണം. 4ന്റെ ഗുണിതമായിരിക്കണം, 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. കാരണം ഒരു നമ്പറിനെ 4 കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് അവസാനം ആൻസർ കിട്ടുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ 4ന്റെ ഗുണിതം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ലാസ്റ്റത്തെ 2 നമ്പർ ഡിജിറ്റ് 4ന്റെ ഗുണിതമാണെങ്കിൽ ആ കംപ്ലീറ്റ് നമ്പറും 4ന്റെ ഗുണിതമായിരിക്കും. ഇവിടെ നോക്കിയേ, ഇവിടെ ഏതൊക്കെ 4ന്റെ ഗുണിതമല്ല? 46 4ന്റെ ഗുണിതമല്ല, 40 അതെ, 44 അതെ, 46 4ന്റെ ഗുണിതമല്ല, 96 അതെ, 94 അല്ല. അപ്പോൾ ഈ 2 നമ്പറാണ് 4ന്റെ ഗുണിതമുള്ളത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ നോക്കിയോ 1 ഇൻറ്റു 4 വരുന്നത്. അപ്പോൾ ലാസ്റ്റ് യൂണിറ്റ് പ്ലേസിൽ ഒറ്റേൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് വരും? 1 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 4 വരുന്നത്. 1 ഇൻറ്റു 4 4. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതും തെറ്റി. അപ്പോൾ ഓപ്ഷൻ ഡി മാത്രമാണ് കറക്റ്റ്. 1 ഇൻറ്റു 4 വരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും ഗുണിച്ചു നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത്രയും ഗുണിച്ചു നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയാണ് കിട്ടുക. ഒന്നുകൂടി ഞാൻ പറയാം. അതായത് 25% എന്ന് പറഞ്ഞാൽ 1/4. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് 4 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്താ? 25% കുറഞ്ഞിട്ട് 3 ആയി. അപ്പം ഇത് നമ്മളെങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഈ 3 എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും എത്ര കിട്ടി? 28,473 ആണെന്ന് കിട്ടി. അപ്പം അങ്ങനെയാണെങ്കിൽ 4 എത്രയാണ്? 4 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കാൻ എന്താ 28,473 ഡിവൈഡ് ബൈ 3 ചെയ്യുക. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ വില കിട്ടി. ഇൻറ്റു 4 ചെയ്താൽ നമുക്ക് 4 യൂണിറ്റിൻ്റെ വില കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിച്ചു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4ന്റെ ഗുണിതമായിരിക്കണം. അപ്പം അങ്ങനെ അല്ലാത്ത ഏതാണ്? ഇവിടെ നോക്കിയേ, 46 4ന്റെ ഗുണിതമല്ല, തെറ്റ്. ഇതും 4ന്റെ ഗുണിതമല്ല, തെറ്റ്. പിന്നെ നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ലാസ്റ്റ് ഒരു 1 വരും. യൂണിറ്റ് പ്ലേസിൽ ഒരു 1 വരും. അപ്പോൾ ഈ 1ഉം 4ഉം ഗുണിക്കുമ്പോൾ നമുക്കറിയാം 4 ആണ് ലാസ്റ്റ് വരേണ്ടത്. അപ്പം അങ്ങനെ വരുന്ന വാല്യൂ ഗ്രൂപ്പ് എന്താ ഡി മാത്രമാണുള്ളത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ്. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, സിമ്പിളാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ ഇത് കൺവേർട്ട് ചെയ്യേണ്ടതാണ്. കൺവേർട്ട്, ഇത് 4ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കൺവേർട്ട് 36 സെൻറ്റിമീറ്റർ ടു കിലോമീറ്റർ. സെൻറ്റിമീറ്ററിനെ കിലോമീറ്ററിലേക്ക് നമ്മൾ മാറ്റണം. അതായത് 36 സെൻറ്റിമീറ്റർ, അതിനെ നമ്മൾ മീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ നമ്മൾ 36നെ 100 കൊണ്ട് ഹരിച്ചാൽ മതി. ഇത് മീറ്ററിലേക്ക് മാറി. അപ്പോൾ മീറ്ററിനെ നമുക്ക് കിലോമീറ്ററിലേക്ക് മാറ്റാൻ അറിയാമല്ലോ. 100 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ്. അപ്പം അതുകൊണ്ട് നമ്മളെന്താ സെൻറ്റിമീറ്ററിനെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ മീറ്ററിലേക്ക് കിട്ടി. ഇനി 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്ററിന് 1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ. 1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ. 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ. ഇതറിയുന്ന കാര്യമല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റി. ഇനി തന്നിട്ടുള്ള 36 ഇത് മീറ്റർ ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? കിലോമീറ്ററിലേക്ക് മാറ്റണം. മീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഹരിക്കുക. സോ ഇങ്ങനെയാണ് കിട്ടുക. അപ്പം എന്താ, എത്ര 0 വന്നു? എത്ര സ്ഥാനം മാറ്റണം? ഇവിടെ 5 സ്ഥാനം മാറ്റണം. 5 0 കൊണ്ട് 5 സ്ഥാനം മാറ്റണം. സോ 36 കഴിഞ്ഞിട്ട് ഇതാണ് ടോട്ടൽ 5 സ്ഥാനമില്ലേ? 5 സ്ഥാനമുണ്ട്. അപ്പോൾ ഇത് 63 ആയി. അപ്പോൾ ഇല്ല. അപ്പോൾ എന്താ, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 20 വുമൺ ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 15 ഡേയ്സ്. 15 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആവും. 16 മെൻ ക്യാൻ കംപ്ലീറ്റ് എത്ര ദിവസം കൊണ്ട്? 15 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവും. സെയിം വർക്ക് ഇൻ 15. ഫൈൻഡ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ എഫിഷ്യൻസിന്റെ റേഷ്യോ. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ. അതായത് നമ്മളൊരു പെർട്ടിക്കുലർ ടൈമിൽ, ഒരു നിശ്ചിത ടൈമിൽ നമ്മൾ ചെയ്യുന്ന വർക്കിനെയാണ് അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു ദിവസം നമ്മൾ ടോട്ടൽ ഇത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ ഒരു ദിവസം ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ എഫിഷ്യൻസി എന്ന് പറയാം. ചിലപ്പോൾ മണിക്കൂറിൻ്റെ കേസ് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ എഫിഷ്യൻസി എന്ന് പറയാം. അതായത് നമ്മൾ ഒരു നിശ്ചിത ടൈമിൽ കംപ്ലീറ്റ് ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ എഫിഷ്യൻസി എന്ന് പറയാം. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ എഫിഷ്യൻസിൻ്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് അറിയാം, ഇപ്പോൾ W ആണ് എഫിഷ്യൻസി എന്ന് വിചാരിക്കാം. വുമണിൻ്റെ എഫിഷ്യൻസി W ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ
ഒരാൾ ഒരു ദിവസം വർക്ക് ചെയ്യുന്നത് W വർക്ക് ചെയ്യും. ഒരു വുമൺ W വർക്ക് ഒരു ദിവസം ചെയ്യും. അതിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ദിവസം ചെയ്യുന്ന വർക്ക്. അപ്പോൾ ഒരു വുമൺ W വർക്ക് ഒരു ദിവസം ചെയ്യും. അങ്ങനെയാണെങ്കിൽ എത്ര ആൾക്കാരുണ്ട് ഇവിടെ, എത്ര വുമൺ ഉണ്ട്? 20 വുമൺ ഉണ്ട്. സോ 20 വിമൺ കൂടിയിട്ട് 20 × W വർക്ക് ചെയ്യും ഒരു ദിവസം. ഒരു ദിവസം ചെയ്യുന്ന വർക്കാണ്. ടോട്ടൽ അവർ എത്ര ദിവസം ചെയ്യും വർക്ക്? 15 ദിവസം വർക്ക് ചെയ്യും. ഇപ്പൊ നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടിയോ? ഇതാണ് ടോട്ടൽ വർക്ക് കിട്ടിയോ? ടോട്ടൽ വർക്കാണ് ഇപ്പൊ തന്നിട്ടുള്ളത്. ഇതാണ് ടോട്ടൽ വർക്ക് കിട്ടിയോ? അപ്പോൾ ടോട്ടൽ വർക്ക് കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് ഒരു മാൻ എത്രയാണ്? ഒരു മാൻ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് M ആണ്. അങ്ങനെയാണെങ്കിൽ 16 ആൾക്കാർ കൂടിയിട്ട് ഒരു ദിവസം ചെയ്യുന്ന വർക്കോ ഇൻറ്റു 16 ചെയ്താൽ പോരെ? ഇൻറ്റു 16 ചെയ്താൽ ഒരാള് M ആണ്. അപ്പോൾ 16 ആൾക്കാരും കൂടിയിട്ട് ഒരു ദിവസം 16 × M. അങ്ങനെ ഈ 16 ആൾക്കാരും 15 ദിവസം വർക്ക് ചെയ്യും. അപ്പോൾ ഇൻറ്റു 15 ചെയ്താൽ ടോട്ടൽ വർക്ക് കിട്ടിയോ? ഇത് ടോട്ടൽ വർക്കാണ്. ടോട്ടൽ വർക്ക്. അപ്പോൾ നമുക്കറിയാം സെയിം വർക്കാണ് രണ്ടുപേരും. എന്താ, വുമണും മെന്നും സെയിം വർക്കാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ അല്ലേ? വർക്ക് രണ്ടും ഈക്വൽ അല്ലേ? ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതും കട്ട് ചെയ്യാം, ഇതും കട്ട് ചെയ്യാം. ഇനിയോ ഇത് കട്ട് ചെയ്യുമ്പോൾ 4 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 4 5. സോ M/W ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താ, മാൻ ടു വുമൺ ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്, എത്ര കിട്ടും? മാൻ ടു വുമൺ ചെയ്താൽ നമുക്ക് 5/4 കിട്ടും അല്ലേ? ഇതാ ഇത് ഇവിടെ നോക്കിയാൽ 5W = 4M കിട്ടും. ഇപ്പൊ M ഇവിടെ വരണം. അപ്പൊ ഇതിങ്ങോട്ട് വന്നു, ഇതിങ്ങോട്ട് വന്നു. സോ 5/4 = M/W. അപ്പൊ റേഷ്യോ എന്താണ്? 5:4 ആണ് മാൻ ഈസ് ടു വുമൺ കിട്ടുക. 5:4 ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ക്ലിയർ? അങ്ങനെയല്ലേ ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഗ്രേറ്റസ്റ്റ് പോസിബിൾ ലെങ്ത് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു മെഷർ എക്സാക്ട്ലി ലെങ്ത്. ഇതാണ് ഇത്രയും ഈ ലെങ്ത് എന്നാ 1 2 3 ഈ 3 ലെങ്ത് മെഷർ ചെയ്യാൻ പറ്റുന്ന ഗ്രേറ്റസ്റ്റ് എന്താണ്? മെഷറിംഗ് ദ പോസിബിൾ ലെങ്ത്. അതായത് നമ്മൾ ഇത്ര 5 മീറ്റർ 25 സെന്റിമീറ്റർ അളക്കണം. അതുപോലെ 7 മീറ്റർ 35 സെന്റിമീറ്റർ അളക്കണം. അപ്പൊ ഇതൊക്കെ അളക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നമുക്ക് ഈ മൂന്നും ഒരു സ്കെയിൽ വെച്ച് അളക്കണം. ഒരേ സ്കെയിൽ, അതായത് കൂടാനും കുറയാനും പാടില്ല. കറക്റ്റ് നമുക്ക് എന്താ, ഇപ്പൊ എന്താ, ഒരു 5 മീറ്റർ ഉള്ള സാധനം നമുക്ക് 1 മീറ്റർ ഉള്ള സാധനം വെച്ച് അളക്കാൻ പറ്റുമല്ലോ, കറക്റ്റായി അളക്കാൻ പറ്റും. അതുപോലെ 7 മീറ്റർ ഉള്ളത് നമുക്ക് 1 മീറ്റർ ഉള്ള ഇത് വെച്ച് അളക്കാൻ പറ്റും. ഇനി 10 മീറ്ററും 5 മീറ്റർ ഉള്ള ആണെങ്കിൽ നമുക്ക് 5 മീറ്റർ ഉള്ള ഒരു സ്കെയിൽ വെച്ച് 10 അളക്കാം, 5 അളക്കാം. കറക്റ്റ് ആയി കിട്ടില്ലേ? പോയിന്റ് ഒന്നും കിട്ടില്ല. അപ്പൊ അതുപോലെ 5 മീറ്ററും 25 സെന്റിമീറ്ററും 7 മീറ്റർ 35 സെന്റിമീറ്റർ 4 മീറ്റർ 90 സെന്റിമീറ്റർ ഇത് മൂന്നും അളക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്കെയിലിന്റെ എന്താ നീളം എന്ത്? അതാണ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഏറ്റവും വലിയ സ്കെയിലിന്റെ നീളം എന്ത്? ഈ മൂന്നും അളക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്കെയിലിന്റെ നീളം എന്ത്? ഏറ്റവും വലിയ എന്ന് പറഞ്ഞ് മനസ്സിലായോ? അതായത് ഇപ്പൊ നമുക്ക് എന്താ 5.5 മീറ്റർ ഉണ്ട്, 5 25 സെന്റിമീറ്റർ ഉണ്ട്. അപ്പോ കറക്റ്റ് ഇങ്ങനെ അളക്കണം. അതായത് ഒരു സ്കെയില് ഈ സെയിം ദൂരം ഇത്, പിന്നെ ഈ സെയിം ദൂരം ഇത്, അങ്ങനെ കറക്റ്റ് അളക്കാൻ പറ്റുന്ന സ്കെയില്, ഈ മൂന്നും അളക്കാൻ പറ്റുന്ന സ്കെയിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നമ്മൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത് HCF ആണ്, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്തിന്റെ HCF കണ്ടുപിടിക്കണം? ഇവിടെ നോക്കി എല്ലാം മീറ്റർ ഉണ്ട്, സെന്റിമീറ്റർ ഉണ്ട്. അപ്പൊ ഇതിനെല്ലാത്തിനും നമുക്ക് എന്ത് സെന്റിമീറ്ററിലേക്ക് മാറ്റാം. 5 മീറ്റർ എന്ന് പറഞ്ഞാൽ 500 ആണ്, 500 സെന്റിമീറ്റർ ആണ്. 5 മീറ്റർ 500 സെന്റിമീറ്റർ അല്ലേ? അപ്പോൾ 500 സെന്റിമീറ്റർ 25 സെന്റിമീറ്റർ 525 സെന്റിമീറ്റർ ഇതായത്. രണ്ടാമത്തെ 735 സെന്റിമീറ്റർ, മൂന്നാമത്തെ 490 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇത്രയും നീളമാണ് ഉള്ളത്. ഈ നീളത്തിന് ഇതിന്റെ 3ന്റെ HCF കണ്ടുപിടിച്ചാൽ നമുക്ക് ഇതിനെ അളക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്കെയിലിന്റെ നമ്പർ കിട്ടും, ലെങ്ത് കിട്ടും. അപ്പൊ ഈ 3 HCF ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോ ഇത്രയും വലിയ നമ്പറിന്റെ HCF നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിനുള്ള ഷോർട്ട് കട്ട് നമുക്കുണ്ട്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഷോർട്ട്സ് ചെയ്തിട്ടുണ്ട്, എങ്ങനെ HCF സിമ്പിളായി കണ്ടുപിടിക്കാം, എങ്ങനെ LCM സിമ്പിളായി കണ്ടുപിടിക്കാം. ആ വീഡിയോ നിങ്ങൾ കാണാം. അതായത് ഇതുപോലുള്ള നമ്പർ നമുക്ക് HCF സാധാരണ മെത്തേഡിൽ കണ്ടുപിടിക്കാം. പക്ഷെ നമ്മൾ ഈ എക്സാമിന് ആ സാധാരണ മെത്തേഡിൽ പോയാൽ ഒരുപാട് ടൈം എടുക്കും. അപ്പൊ നമ്മൾ നോക്കാം, ഇതിൽ ഇപ്പൊ 3 നമ്പർ ഇല്ലേ,
അതിൽ രണ്ട് നമ്പർ കൊണ്ട് ഏറ്റവും ചെറിയ ഡിഫറൻസ് ഏതാ കിട്ടുന്നത്, ഏറ്റവും ചെറിയ ഡിഫറൻസ് ഏതാ കിട്ടുന്നത് നോക്കാം. ഇപ്പം ഇവിടെ നോക്കിയാൽ എന്താ ഏറ്റവും ചെറിയ ഡിഫറൻസ് കിട്ടുന്നത്, ഇതും ഇതും നോക്കിയാൽ ഡിഫറൻസ് എത്രയാ, 35ആണ്. ഇനി ആ 35 കൊണ്ട് ഈ 3നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഈ 35 കൊണ്ട് 3നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ എന്താ, ഇതിനെ ഡിവൈഡ് ചെയ്താൽ 15 കിട്ടും, ഇതിനെ ഡിവൈഡ് ചെയ്താൽ 21 കിട്ടും, ഇതിനെ ഡിവൈഡ് ചെയ്താൽ 14 കിട്ടും. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും അതിൻ്റെ HCF എന്ന് പറയാം. ഇവിടെ എന്താണ് 35ആണ് HCF, അതാണ് 35ആണ് ആൻസർ. ഇനി നിങ്ങൾ അങ്ങനെ നോക്കണ്ട, ഡിഫറൻസ് ഏറ്റവും ചെറിയ ഡിഫറൻസ് എടുക്കാം. അപ്പം തന്നെ ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ എന്ത് കിട്ടി, 35ആണ് ഉള്ളത്, ബാക്കിയെല്ലാം അല്ലെങ്കിൽ 35 പറ്റുന്നില്ലെങ്കിൽ എന്താ ഇതിന്റെ ഫാക്ടറാണ് നമ്മൾ നോക്കണ്ടേ, ഇതിന്റെ ഘടകം നോക്കണം. പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ 35 ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ 55 അതായത് അതിനേക്കാളും വലുതാണ്, ഇത് വേണ്ട ഇത് വേണ്ട. പിന്നെ 25 എന്ന് പറഞ്ഞാൽ 35ന്റെ ഘടകമല്ലല്ലോ, അല്ല, അപ്പൊ അതും തെറ്റാണ്. അപ്പോൾ 35ആണ് കറക്റ്റ്, അതാണ് അതിന്റെ HCF. ക്ലിയർ? HCF കാണാൻ രണ്ട് നമ്പറിന്റെ ഏറ്റവും ചെറിയ ഡിഫറൻസ്, ഇതും നോക്കിയാൽ വലിയ ഡിഫറൻസ് കിട്ടും, ഇതുമാണ് ഏറ്റവും ചെറിയ വാല്യൂ. ഇത് നോക്കിയേ, ഇതിനേക്കാളും കൂടുതൽ കിട്ടില്ലേ. അപ്പൊ ഇത് രണ്ടും കൂട്ടുമ്പോൾ ഡിഫറൻസ് എടുക്കുമ്പോൾ 35 കിട്ടും. ആ നമ്പർ ഈ 3 നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. അപ്പൊ അതായിരിക്കും അതിന്റെ HCF. പിന്നെ അത് പറ്റുന്നില്ലെങ്കിൽ അതിന്റെ ഘടകം എടുക്കുക. അപ്പൊ ഈ 35 കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ ഓപ്ഷനിൽ നോക്കുക. ഓപ്ഷനിൽ നോക്കുമ്പോൾ ബാക്കിയെല്ലാ വാല്യൂം വലുതാണ്, അപ്പൊ അതൊന്നും ഒരിക്കലും വരാൻ ചാൻസ് ഇല്ല. 25 വരാൻ ചാൻസ് ഇല്ല, 35ന്റെ ഘടകമല്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇത് നമ്മളെ 6ാമത്തെ ക്വസ്റ്റ്യൻ. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ is the closest approximate value that will be come in place of question mark. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാർക്കിൽ എന്താ ഇതൊന്നും ഇല്ല, ഇത് നമ്മൾ എന്താ ബോർഡ് മാസ് വെച്ച് ചെയ്യാം. പക്ഷേ അപ്രോക്സിമേറ്റ് ആണ്, അപ്രോക്സിമേറ്റ് കറക്റ്റ് വാല്യൂ വേണ്ട, അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടിയാൽ മതി. 25.19, ഒന്നുമില്ല, നമ്മൾ 25 എടുക്കുന്നു, 25 × 3 എടുക്കുന്നു. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും, 75 കിട്ടും. 75 കിട്ടില്ലേ. ഇനി ഇവിടെ വേണമെങ്കിൽ 4 എടുക്കാം, അല്ലെങ്കിൽ 5 എടുക്കാം. നമുക്ക് എന്ത് വേണം, 5 എടുക്കാം. 5 എടുത്താൽ 5 എടുത്തു, ഇവിടെ നമുക്ക് വേണമെങ്കിൽ 1 എടുക്കാം. അപ്പോൾ 80 - 1 79 കിട്ടും. 79 അടുത്തുള്ള വാല്യൂ 78 ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓക്കെ, അപ്രോക്സിമേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനടുത്തുള്ള വാല്യൂ 79 അടുത്തുള്ളത് 78 മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് നിങ്ങൾ 4 ആയിട്ട് എടുത്താൽ കറക്റ്റ് 78 കിട്ടും. അതാവശ്യമില്ല, ഇതിനടുത്തുള്ള വാല്യൂ കിട്ടിയാൽ മതി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫൈൻഡ് എക്സ്. അപ്പോൾ എക്സിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യേണ്ടത് ഇഫ് ABCD ഈസ് എ പാരലോഗ്രാം ആസ് ഗിവൺ ഇൻ ദ ഫിഗർ ബിലോ വിത്ത് 2 ഡയഗോണൽ, 2 ഡയഗോണൽ AC ഉണ്ട്, പിന്നെന്താ BD ഉണ്ട്, ഇന്റർസെക്റ്റിൻ അറ്റ് O. അപ്പോൾ 2 ഡയഗോണൽ ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇതും ഈക്വൽ ആയിരിക്കും, ഇതും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇതും ഈക്വൽ ആണ്, ഇതും ഈക്വൽ ആയിരിക്കും. പാരലോഗ്രാം നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്താ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ബാക്കി നമുക്ക് മെഷർ ചെയ്യാവുന്ന, അതായത് എന്താ ഇവിടെ പറയുന്നു OA എന്ന് പറയുന്നത് x+3 ആണ്. OA എന്ന് പറയുന്നത് x+3. അപ്പോൾ OA x+3 നമുക്ക് മെഷർ ചെയ്യാം, എഴുതി വെക്കാം. അടുത്ത OB എന്ന് പറയുന്നത് എന്താണ്, OB y+2 ആണ്. OC എന്ന് പറയുന്നത് 2x+y ആണ്. OD എന്ന് പറയുന്നത് 3y ആണ്. ഇതാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ OD എന്ന് പറയുന്നതും ഇതും ഈക്വൽ ആണ്. ODയും OBയും ഈക്വൽ ആയിരിക്കും, കാരണം അതിൻ്റെ എന്താ കറക്റ്റ് സെൻട്രലായിരിക്കും ഇത് കട്ട് ചെയ്യുന്നത്. പാരലോഗ്രാം അല്ലേ, അപ്പോൾ സെൻട്രലിലേക്ക് കട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് 3y എന്ന് പറയുന്നതും y+2 എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അപ്പോൾ ഇവിടുന്ന് ഇതിങ്ങോട്ട് വന്നാൽ 2y = 2 ആണ്, y = 1 ആണ്. 1 കിട്ടിയോ, y 1 കിട്ടി. ഇനി നമുക്ക് അടുത്ത് നോക്കിയാൽ, ഇവിടെ നോക്കിയാലോ 3 അല്ലെങ്കിൽ x+3, ഇതും ഈക്വൽ അല്ലേ, x+3 = 2x+7y. ഓക്കെ, x+y. അപ്പോൾ ഇവിടുന്ന് y-ന്റെ വാല്യൂ നമുക്ക് കിട്ടിയല്ലോ, 2x+1 ആണ് കിട്ടുക, x+3 ആണ് കിട്ടുക. ഇതിങ്ങോട്ട് പോയാൽ x = എന്ത് കിട്ടും, 2 ആണെന്ന് കിട്ടും. അപ്പോൾ ഫൈൻഡ് ദ വാല്യൂ ഓഫ് x ആണ്. അപ്പോൾ x = എന്താണ്, 2 അല്ലേ, x 2 ആണെന്ന് കിട്ടി. ഓപ്ഷൻ A ആണ് കറക്റ്റ്. ഓക്കെ, ഓപ്ഷൻ A ആണ് കറക്റ്റ്. അപ്പോൾ അടുത്ത് നോക്കിയാൽ അടുത്ത എത്രയാണ്, 9ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ, ഇത് 8 അല്ലേ, ഇത് 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ, എ വാട്ടർ ടാങ്ക് ഈസ് ഇൻ ദ ഫോം ഓഫ് ക്യൂബ് ആണ്. ക്യൂബ് അറിയില്ല എങ്ങനെയാണെന്ന്, ഇതാണ് നമ്മുടെ ക്യൂബിക്കൽ ഷേപ്പ്. എന്താ സൈഡൊക്കെ സെയിം ആയിരിക്കും. ഇതുപോലെയാണ് വാട്ടർ ടാങ്ക് ഉള്ളത്, ക്യൂബ്. ഓക്കെ,
ഇറ്റ് ഹാസ് എന്താ സൈഡ് 2 ആണ്. അപ്പോൾ ക്യൂബിന്റെ സൈഡ് എന്ന് പറയുന്നത് 2 ആണ്, ഇത് 2 ആണ്, അത് മനസ്സിലാക്കുക. ഇറ്റ് ഹാസ് ആൻ ഇൻലെറ്റ് ഓൺ ദ ഷേപ്പ് ഓഫ് സർക്കിൾ. അപ്പോൾ ഇൻലെറ്റ് ഉണ്ട്, അതായത് ഇതിലേക്ക് വെള്ളം കയറാനുള്ള ഒരു ഇൻലെറ്റ് ഉണ്ട്. ഇതുപോലെ ഒരു പൈപ്പ് ഇങ്ങനെ ഇടാം, ഇൻലെറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എന്താ റേഡിയസ് എന്ന് പറയുന്നത് 3.5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 3.5 സെൻറ്റിമീറ്റർ ആണ്. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു ഫിൽ ടാങ്ക്? അപ്രോക്സിമേറ്റ് ആണ്. വാട്ടർ ഈസ് ഫ്ലോയിങ് അറ്റ് സ്പീഡ്. വാട്ടറിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്, എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 2 മീറ്റർ ആണ് അതിൻ്റെ ഫ്ലോ. ക്ലിയർ? അപ്പോൾ അതാണ് ഫ്ലോ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഹൗ ലോങ് ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ നമ്മൾ ക്യൂബിക്കൽ ഷേപ്പിലുള്ള ടാങ്ക് ഫില്ലാവാനുള്ള ടൈം കണ്ടുപിടിക്കണം. എന്ത് ചെയ്യാം? നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത്, അതായത് ഇതിൽ ആദ്യം എത്ര വെള്ളം കൊള്ളും നമ്മൾ കണ്ടുപിടിക്കാം. ടാങ്കിൽ എത്ര വെള്ളം കൊള്ളും? അപ്പോൾ അതാണ് നമ്മൾ ടാങ്കിൻ്റെ വോളിയം കണ്ടുപിടിക്കുക. അപ്പോൾ ക്യൂബിൻ്റെ വോളിയം കണ്ടുപിടിക്കുക. ടാങ്കിൻ്റെ വോളിയം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അതിൽ എത്ര വെള്ളം കൊള്ളുന്നു കണ്ടുപിടിക്കാം. അപ്പോൾ എങ്ങനെയാണ് ക്യൂബിൻ്റെ വോള്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് ക്യൂബിൻ്റെ വോളിയം. അപ്പോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? 3 സൈഡും ഈക്വൽ അല്ലേ? അപ്പോൾ എ ക്യൂബ് ആണ് ഇതിൻ്റെ വോളിയം. 2 ആണ്, 2 ക്യൂബ്. അപ്പോൾ വോളിയം 8 കിട്ടി. വോളിയം 8 കിട്ടിയില്ലേ? അപ്പോൾ ഇതാണ് ഈ കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതാണ് 8 വോളിയം 8 കിട്ടി. പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിലെ ഒരു സർക്കിളല്ലുള്ളത്, അതിൻ്റെ ഏരിയ. അപ്പോൾ ഏരിയ ഓഫ് സർക്കിളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്താ? πr². അപ്പോൾ പൈ എന്ന് പറഞ്ഞാൽ 22/7. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ എന്ന് പറഞ്ഞാൽ 3.5 ആണ്. അതിനെ വേണമെങ്കിൽ നമുക്ക് 7/2 എന്ന് എഴുതാം. അത്രയും സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ ഇതൊക്കെ മീറ്ററിൽ തന്നുകൊണ്ട് നമ്മൾ ഇതിനെ മീറ്ററിലേക്ക് മാറ്റുന്നു. സെൻറ്റിമീറ്ററിൽ മീറ്ററിലേക്ക് മാറ്റാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് 7/200 കിട്ടും. അപ്പോൾ 7/200 ഇൻറ്റു 7/200. ഇതാണ് എന്താ? r² പറഞ്ഞില്ലേ? അപ്പോൾ 2 പ്രാവശ്യം 6 എഴുതി. ഇനിയോ ഇതും കട്ട് ചെയ്തു. ഓക്കെ, ഇനി ഇതും കട്ട് ചെയ്യാൻ 11. അപ്പോൾ 11. അപ്പോൾ 77/10,000. ഇതാണ് ഇതിൻ്റെ എന്താ? മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അല്ല, മീറ്റർ ക്യൂബ് മാത്രമല്ലേ, ഇത് മീറ്റർ ക്യൂബാണ്. ഇത്രയും മീറ്റർ ക്യൂബാണ് നമുക്ക് ഇവിടെ കിട്ടാം അല്ലേ? 11. ഒരു 2 കൂടെ കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ? 38. അതായത് ഒരു 2 കൂടെ, ഈ 2-നെയും കൂടെ കട്ട് ചെയ്യുമ്പോൾ താഴെ 2 ഉണ്ടല്ലോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 30 നമുക്ക് എന്താ കിട്ടാം? 38 പോയിന്റ് സംതിങ് കിട്ടും. 77ന്റെ പകുതി 38.5/10,000 കിട്ടും. അപ്പോൾ ഇതാണ്, ഇത്രയും മീറ്റർ ക്യൂബാണ്. മീറ്റർ സ്ക്വയർ അല്ലേ? മീറ്റർ സ്ക്വയർ. കാരണം എന്താ? ഏരിയ ആകുമ്പോൾ മീറ്റർ സ്ക്വയർ ആണ് വരിക. ഇത്രയും മീറ്റർ സ്ക്വയർ ആണ് നമുക്കിവിടെ ഏരിയ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഏരിയ കിട്ടി. ഏരിയ കിട്ടുമ്പോൾ എത്ര വെള്ളം, വാട്ടർ ഫ്ലോ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. വാട്ടർ ഫ്ലോ കണ്ടുപിടിക്കാൻ നമ്മൾ എത്ര വെള്ളമാണ് അങ്ങോട്ട് പോകുന്നത്? 2 മീറ്റർ പെർ സെക്കൻഡ് വെള്ളം പോകും. 2 മീറ്റർ പെർ സെക്കൻഡ് പോകും. അപ്പോൾ ടോട്ടൽ എത്ര ഏരിയ ഉണ്ട്? ഇത്ര ഏരിയ ആണുള്ളത്. 38.5/10,000. ഇത്ര ഏരിയ ആണുള്ളത്. അപ്പോൾ ടോട്ടൽ നമുക്ക് 77/10,000 എന്ന് കിട്ടും. ക്ലിയർ? ഇത്രയും ഇവിടെ മീറ്റർ സ്ക്വയറും ഇവിടെ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആവും. ഇത് മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് കിട്ടുക. ഇനി നമ്മൾ നോക്കണ്ടേ? അപ്പോൾ വെള്ളത്തിൻ്റെ വാട്ടർ ഫ്ലോൻ്റെ റേറ്റ് കിട്ടി. വോളിയം, ടോട്ടൽ വോളിയം എത്രയാണെന്ന് കിട്ടി. ഇനി എന്താ? ടോട്ടൽ വോളിയം ഡിവൈഡ് ബൈ വാട്ടർ ഫ്ലോ ചെയ്താൽ നമുക്ക് ടൈം കിട്ടും. അപ്പോൾ എന്താണ്? ടോട്ടൽ വോളിയം എത്രയാണ്? 8 ആണ്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് നമുക്ക് 8 ആണ് ടോട്ടൽ വോളിയം. 8 മീറ്റർ ക്യൂബ്, ഇത് മീറ്റർ ക്യൂബാണ്, ഡിവൈഡ് ബൈ നമ്മുടെ ഇവിടെ ചെയ്ത എന്താണ്? ഇതാണ് ഇതിൻ്റെ വാട്ടർ ഫ്ലോ. ഏരിയ ഇൻറ്റു വാട്ടറിൻ്റെ എത്ര ഫ്ലോ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എത്ര വാട്ടർ ഫ്ലോ ചെയ്യുന്ന മനസ്സിലാവും. അത്രയും മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ എത്ര വെള്ളം പോകുന്ന മനസ്സിലാവും. അപ്പോൾ ഇവിടെ എന്താ? 77/10,000. ആ 10,000 നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ന്യൂമറേറ്ററിൽ കൊണ്ടുപോകാം. ഇത്രയും കിട്ടി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മീറ്റർ പെർ സെക്കൻഡിലാണുള്ളത്. നമ്മളെ ക്വസ്റ്റ്യൻ എന്താ? മിനിറ്റിലേക്കാണ് മാറ്റേണ്ടത്. അപ്പോൾ സെക്കൻഡിനെ മിനിറ്റിലേക്ക് മാറ്റാൻ നമ്മൾ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സെക്കൻഡിനെ മിനിറ്റിലേക്ക് മാറ്റാൻ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി എന്താ? ഇതും കട്ടായി. പിന്നെ ഇതും കട്ട് ചെയ്യുമ്പോൾ 4, 3. സോ 4000 ഡിവൈഡ് ബൈ ഇതെത്ര കിട്ടും? 132. 2231. അപ്പോൾ 1 ടൈം കിട്ടും. പിന്നെ എത്ര കിട്ടും? 7 കിട്ടും, 3 കിട്ടും. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ ആയല്ലോ. 17.3 മിനിറ്റ് ആണ് കിട്ടുക. 17.3 മിനിറ്റ് ആണ് കിട്ടുക. ക്ലിയർ?
ഇത് കുറച്ച് ലെങ്തി ആയിരിക്കും ഈ പ്രോബ്ലം മാത്രം. അപ്പോൾ ഇത് നിങ്ങൾ ലാസ്റ്റത്തേക്ക് വെക്കുക ചെയ്യാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇഫ് എക്സ് പ്ലസ് വൈ, അടുത്ത എന്താണ്, ഇഫ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 11, അടുത്ത് ഇത് ഈക്വൽ ടു 42, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. അപ്പോൾ അതിൻ്റെ വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഓൾജിബ്രയാണ്, ഓൾജിബ്രയിലത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മൾ ഒരു കാര്യം പഠിച്ചാൽ മതി, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് 2yz പ്ലസ് 2zx. ഇപ്പം എന്താ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് സെഡ് എക്സ്. ഓക്കെ, ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിൽ നോക്കിയേ എന്തൊക്കെ വാല്യൂ നമുക്കറിയാം. ഇതാ ഈ വാല്യൂ നമുക്ക് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഈ വാല്യൂ ഫൈൻഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ വാല്യൂ നമുക്കറിയാം. എന്താണ്, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് പറയുമ്പോൾ 11 സ്ക്വയർ 121. ഇതോ എക്സ് വൈ സെഡ് സെഡ് എക്സ് എന്ന് പറയുന്നത് ഇത് 42 ആണ്. 42 ഇൻറ്റു 2 84 നേരെ ഇങ്ങോട്ട് പോകും, ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ -84 എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ്. ഇതല്ലേ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്, ഇതാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ മൈനസ് ചെയ്താൽ എന്ത് കിട്ടും, 37 ആണെന്ന് കിട്ടും. ക്ലിയർ, 37 കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ ചെയ്യുക. ഈ കാര്യം നിങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ക്വസ്റ്റിൻ്റെ എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇത്രയൊന്നും എഴുതിയ സമയം കളയരുത്. അതിൻ്റെ പ്ലേസിൽ നമ്മൾ എന്താ ആ വാല്യൂ തന്നെ അപ്പോൾ ആഡ് ചെയ്യാം. ഓക്കെ, അതായത് ഇവിടെ എന്താ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് ഹോൾ സ്ക്വയർ, ഇത് നിങ്ങൾക്ക് മൈൻഡിൽ മാത്രം എഴുതി വെക്കുക. ഇവിടെ നിങ്ങൾ 11 സ്ക്വയർ എഴുതിയിട്ട് 121 മാത്രം എഴുതാം. നിങ്ങൾ ഇത്ര മാത്രം എഴുതാൻ പാടുള്ളൂ, 121 ആണ് ഇത്. അപ്പോൾ ഇപ്പുറമുള്ള ഇത് അങ്ങോട്ട് പോകുമ്പോൾ 84 കിട്ടും. സോ ആൻസർ 37. ഇത്ര മാത്രം എഴുതാൻ പാടുള്ളൂ, ഇത്ര മാത്രം. ഇതും നിങ്ങൾക്ക് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പം അത്രയും പെട്ടെന്ന് ചെയ്യണം. അടുത്ത് നോക്കിയാൽ പി ആൻഡ് ക്യൂ എലോൺ ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് 9 days ആൻഡ് 12 days. അപ്പോൾ പി എന്ന് പറയുന്നത് 9 daysഉം ക്യൂ എന്ന് പറയുന്നത് 12 daysഉം. ഓക്കെ, റെസ്പെക്റ്റീവ്. ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ ദ വർക്ക് ബി കംപ്ലീറ്റ് ഇഫ് ദേ വർക്ക് ഓൺ ആൾട്ടർനേറ്റീവ് ഡേയ്സ്. അപ്പോൾ ഇവരെന്താ ഒന്നിടവിട്ടുള്ള ദിവസമാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ഒന്നിടവിട്ട്, ഓൾട്ടർനേറ്റീവ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിടവിട്ടല്ലേ. അപ്പോൾ ഒന്നിടവിട്ടുള്ള ഡേയ്സ് ആണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളെന്താ LCM മെത്തേഡ് വെച്ചല്ലേ നമ്മൾ ചെയ്യാം. അപ്പോൾ 9ൻ്റെയും 12ൻ്റെയും LCM എന്തായിരിക്കും? LCM എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഗുണിതത്തിൽ വരുന്ന കോമൺ ആയിട്ടുള്ള ടേം. 9ൻ്റെ ഗുണിതത്തിൽ 36 ഉണ്ട്, 12ൻ്റെ ഗുണിതത്തിൽ 36 ഉണ്ട്. അപ്പോൾ 36 LCM. അത് നമ്മൾ ടോട്ടൽ വർക്കാണെന്ന് അസ്യൂം ചെയ്തു, അങ്ങനെയല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി എന്ത് കിട്ടും, ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ത് കിട്ടും, ഈ 36നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഹരിച്ചാൽ നമുക്ക് 4 ആണെന്ന് കിട്ടും. അല്ലെങ്കിൽ 9ഉം 4ഉം 36. 9 ദിവസം എടുത്തു, ഒരു ദിവസം 4 വർക്ക്, അപ്പോൾ 36 വർക്ക്. അതുപോലെ ഇത് 3 ആണ്. 12 ദിവസം എടുത്തു, ഒരു ദിവസം 3 വർക്ക്, അപ്പോൾ 36 വർക്ക്. ക്ലിയർ, ഇങ്ങനെയാണ് കിട്ടുക. ഇനി പറയുന്നത് എന്താ, ഒന്നിടവിട്ടുള്ള, അതായത് ആദ്യം ക്യൂ ചെയ്താൽ അടുത്ത ദിവസം പി ആണ്, പിന്നെ ക്യൂ ആണ്, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യൂ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ആദ്യത്തെ ദിവസം ക്യൂ സ്റ്റാർട്ട് ചെയ്യും, രണ്ടാമത്തേതിൽ പി, മൂന്നാമത്തേതിൽ വീണ്ടും ക്യൂ, നാലാമത്തേതിൽ പി. അപ്പോൾ ആദ്യം എത്രയാണ് 3, ഒരു ദിവസം പി എത്രയാണ്, ക്യൂ എത്രയാണ് 3 ആണ്, പിന്നെ 4, 3, 4 ഇങ്ങനെയാണ് എടുക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 2 ദിവസം കൊണ്ട് ഇവർ 7 വർക്ക് കംപ്ലീറ്റ് ആക്കും. 2 ദിവസം കൊണ്ട് 7 വർക്ക് കംപ്ലീറ്റ് ആകും. അപ്പോൾ ഇവരെ നമ്മൾ നോക്കിയാൽ 2 ദിവസം 7 വർക്ക് കംപ്ലീറ്റ് ആക്കും. അപ്പോൾ അങ്ങനെ അത്ര 5 7 കൂട്ടിയാൽ 7 × 5 ചെയ്താൽ 35 കിട്ടും. ഈ 7 കിട്ടാൻ നമ്മൾ 2 ദിവസം എടുത്തു. അപ്പോൾ ഇൻറ്റു 5 ചെയ്താൽ 10 ദിവസം എടുക്കണ്ടേ. അപ്പോൾ 35 വർക്ക് കംപ്ലീറ്റ് ആവാൻ 10 days എടുക്കും. 35 വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 10 days എടുക്കും. ബാക്കി എത്ര വർക്കാണ് ഉള്ളത്? അപ്പോൾ നമുക്ക് 10 days ആണെന്ന് കിട്ടി, 11 days ഇല്ല. 10 ദിവസം ആകുമ്പോൾ നമ്മളെന്താ, ഇപ്പോൾ ഇതാ 2 ദിവസം ആകുമ്പോൾ പി ലാസ്റ്റ് വന്നു, 4 ദിവസം ആകുമ്പോഴും പി ലാസ്റ്റ് വന്നു, അങ്ങനെ 10 ദിവസം ആകുമ്പോഴും പി ആണ് ലാസ്റ്റ് വരിക. 11ാമത്തെ ദിവസം ആര് സ്റ്റാർട്ട് ചെയ്യും? ക്യൂ സ്റ്റാർട്ട് ചെയ്യും. ക്യൂ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. 11ാമത്തെ ദിവസം ക്യൂ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ 11 ദിവസം ഫുൾ എടുക്കണോ? വേണ്ട. അന്ന് ഫുൾ എടുത്താൽ, ക്യൂ ഫുൾ എടുത്താൽ അന്ന് 3 വർക്ക് കംപ്ലീറ്റ് ആകും ക്യൂ. പക്ഷെ 3 വർക്ക് ചെയ്യണ്ട, ഒരു വർക്ക് മാത്രം ചെയ്താൽ മതി. അപ്പോൾ 3ൽ 1 വർക്ക് ചെയ്താൽ മതി, 1/3 വർക്ക് ചെയ്താൽ മതി അന്നത്തെ.
ഓക്കെ 1/3 എന്ന് പറഞ്ഞാൽ എന്താണ് ടോട്ടൽ വർക്കിന്റെ 1/3 അത് ടോട്ടൽ ഒരു വർക്ക് ആണെങ്കിൽ അതിന്റെ 1/3 വർക്ക് മാത്രം ചെയ്താൽ മതി. അപ്പോൾ എത്രയാണ് 1/3 വർക്ക് എന്ന് പറയുമ്പോൾ 1/3 വർക്ക് എന്ന് പറയുമ്പോൾ 0.33 കിട്ടും. അപ്പോൾ അത്ര ടൈമാണ് എടുക്കുന്നത്. 3 വർക്ക് കംപ്ലീറ്റ് ചെയ്യാനാണ് ഒരു ദിവസം. അപ്പോൾ ആ ഒരു ദിവസത്തിന്റെ 1/3 മതി. ഒരു ദിവസത്തിന്റെ 1/3 എന്ന് പറഞ്ഞാൽ എന്താണ് 0.33 ദിവസം 0.33. അപ്പോൾ 10.33 ദിവസം. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ എ അല്ലേ കറക്റ്റ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. സിമ്പിൾ. അടുത്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മളെ 12ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? ദ വാല്യൂ ഓഫ് ഫോളോയിങ്. അപ്പോൾ ഇതിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഒന്നുമില്ലാതെ നോക്കിയേ 27 × 0 ഇത് കംപ്ലീറ്റ് 0 ആയിപ്പോയി. ഇവിടെ എന്താ 27/3 9 കിട്ടി. ഇവിടെ +1 ഒന്നും 10 കിട്ടി. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. നെക്സ്റ്റ് 13ാമത്തെ. ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ ചെയ്യണം. 13ാമത്തെ നോക്കിയേ എക്സ് ആൻഡ് വൈ ആർ 2 alloys ഓഫ് ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം. അപ്പോൾ എന്താ ഗോൾഡും പ്ലാറ്റിനം ഉണ്ട്. പ്രിപ്പയർഡ് ബൈ മിക്സിംഗ് മെറ്റൽസ് ഇൻ ദ റേഷ്യോ എന്താണ് 5:2 ആണ്. 5:2 ആണ്. അതുപോലെ ഗോൾഡ് 5:2 എക്സും വൈയും 2 alloys ആണ്. അപ്പോൾ ഇത് എക്സ് അലോയി, ഇത് വൈ അലോയി. രണ്ടും എന്താ ഗോൾഡും പ്ലാറ്റിനവും. ആദ്യത്തേൽ എത്രയാണ് 5:2 രണ്ടാമത്തേൽ 5:7 ആണ്. അങ്ങനെയാണെങ്കിൽ ഇഫ് ഈക്വൽ ക്വാണ്ടിറ്റീസ് ഓഫ് അലോയ്സ് ആർ മെൽറ്റഡ് ടു ഫോം എ തേർഡ് അലോയ് സെഡ്. അങ്ങനെയാണെങ്കിൽ അതിലുള്ള റേഷ്യോ എന്താണെന്ന് ചോദിക്കുന്നത്. അതായത് അലോയ് ഇവിടെ 2 അലോയ് ഉണ്ട്. എക്സ് അലോയ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു മിശ്രിതമല്ലേ? 2 എന്താ മൂലകങ്ങളൊക്കെ കൂട്ടിയിട്ടുള്ളതാണ് അലോയ്. മെറ്റൽസ് എന്താ ഇവിടെ ഗോൾഡും പ്ലാറ്റിനവും കൂട്ടിയിട്ട് ഉണ്ടാക്കുന്ന അലോയ് ആണ് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ എക്സ് എന്നുള്ള അലോയിൽ ഗോൾഡ് 5ഉം പ്ലാറ്റിനം 2ഉം ആണ്. വൈയിലാണെങ്കിൽ ഗോൾഡ് 5ഉം പ്ലാറ്റിനം 7ഉം ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും അവർ ഈക്വൽ ക്വാണ്ടിറ്റി മിക്സ് ചെയ്യുന്നു. ചിലപ്പോൾ എന്താ എക്സ് എന്ന് 1 കിലോ എടുക്കുന്നു, വൈ എന്ന് 1 കിലോ എടുക്കുന്നു, അങ്ങനെ മിക്സ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ മിക്സ് ചെയ്തിട്ട് എത്ര കിട്ടുന്നതാണ് ചോദിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആദ്യത്തെ എത്രയാണ് 5:2 ആണ്. 5:2 രണ്ടിൻ്റെയും ഈക്വൽ ക്വാണ്ടിറ്റി എടുക്കണം. 5:2 ആണ് ആദ്യത്തേലിലെ മിശ്രിതം. രണ്ടാമത്തേൽ 5:7 ആണ് 2 മൂലകം. അപ്പോൾ ആദ്യത്തേൽ ഇതിപ്പോൾ എന്താ നമ്മളിപ്പോൾ 5:2 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 കിലോയിൽ 5:2 ഉണ്ട്. രണ്ടാമത്തെ മറ്റേതിൽ 5:2 ഉണ്ട്. ക്ലിയർ? അതായത് ഇത് 5 ഇതുണ്ട്. എന്താ 5 ഗോൾഡ് ഉണ്ട്, മറ്റേതിൽ 2 ആണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് ടോട്ടൽ കൂട്ടിയാൽ എത്രയാണ് 7 ആണ് കിട്ടുക. ഇത് ടോട്ടൽ കൂട്ടിയാൽ എത്രയാണ് 12 ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഇത് രണ്ടും ഈക്വൽ ആക്കണം. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ക്വാണ്ടിറ്റി നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിന് രണ്ടിനെയും ഈക്വൽ ആക്കാൻ എന്ത് ചെയ്യാം? ഇതിനെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇതിനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് രണ്ടും ഈക്വൽ ആകും. 5 × 12, അതായത് ഇവിടെ 12 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെയും 12 ചെയ്യണം, ഇതും 12 ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? 60:24 ഈക്വൽ ടു 84 എന്ന് കിട്ടും. ഇനി ഇവിടെ 7 കൊണ്ട് 35:49 എന്ന് കിട്ടും. ഈക്വൽ ടു എത്രയാണ്? 84 എന്ന് കിട്ടും. ക്ലിയർ? ഇപ്പം രണ്ടും 84 ആയി. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ക്വാണ്ടിറ്റി കിട്ടും. ഡയറക്റ്റ് ആഡ് ചെയ്യാം. 95 ഇത് 73. ഓക്കെ, 95ഉം 73ഉം ചെയ്താൽ 95ഉം 73ആണ് സെഡ് അലോയിലുള്ള റേഷ്യോ കിട്ടുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നെക്സ്റ്റ് നോക്കാം 14ാമത്തത്. സൈൻ തീറ്റ ഇൻ ടേംസ് ഓഫ് കോട്ട് തീറ്റ വേർ എന്താ തീറ്റ ഈസ് അക്യൂട്ട് ആംഗിൾ ആണ്. അപ്പോൾ സൈൻ തീറ്റേനെ കോട്ട് തീറ്റേന്റെ രൂപത്തിൽ നമ്മൾ എഴുതണം. നമുക്കറിയാം സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/കൊസീക് തീറ്റ ആണ്. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം അറിയാം. എന്താണ് കൊസീക് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ? എന്താണ് 1 + കോട്ട് സ്ക്വയർ തീറ്റയാണ്. അതായത് കൊസീക് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 + കോട്ട് സ്ക്വയർ തീറ്റ അല്ലേ? ഇത് നമുക്ക് അറിയുന്നൊരു റിലേഷനാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്ക്വയർ മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ റൂട്ട് ഇടാം. അപ്പോൾ ഇതിന് പകരം നമുക്ക് ഇങ്ങനെ ഇടാം 1 + കോട്ട് സ്ക്വയർ തീറ്റ എന്നിടാം. അപ്പോൾ ഇതിനെ നമുക്ക് 1/1 + കോട്ട് സ്ക്വയർ തീറ്റ ഹോൾ റൈസ് ടു 1/2 എന്ന് എഴുതാം. അപ്പോൾ കോട്ടിന്റെ രൂപത്തിൽ മാറിയില്ലേ? കോട്ടിന്റെ രൂപത്തിൽ മാറി. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. നെക്സ്റ്റ് അടുത്ത് നോക്കിയാൽ ഇൻ ട്രയാങ്കിൾ എ ബി സി കോൺ 2 കോൺ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ മെഷർ ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ. എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിതാ ഇതുപോലൊരു ട്രയാങ്കിൾ തന്നാൽ ഇവിടെ എന്താ ഇത് എക്സ് ഇത് വൈ ആണെങ്കിൽ നമുക്കിതാ ഈ ആംഗിൾ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് x + y ആയിരിക്കും.
ഓക്കെ, അത് ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും എയും ബിയും കൊടുക്കാം. ഇവിടെ നമുക്ക് എ ബി സി എന്ന് കൊടുക്കുന്നു. ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ? ബി എന്ന് പറയുന്നത് 70 ആണ്, എ എന്ന് പറയുന്നത് 40 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ മെഷർ ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ 7. എന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്താ? ഇതാണ് എക്സ്റ്റീരിയർ ആംഗിൾ, ഇതാണ് എക്സ്റ്റീരിയർ ആംഗിൾ. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ഇത് എത്രയായിരിക്കും? 180 ആണ്. ഇവിടെ 40 കിട്ടി, അപ്പോൾ ഇവിടെ ബാക്കി എത്രയാ? 140. രണ്ടും കൂട്ടിയാൽ 180 കിട്ടണം. അപ്പോൾ ഒന്ന് 40 ആയാൽ മറ്റത് 140 ആണ്. അപ്പോൾ ഓപ്ഷൻ സി കറക്റ്റ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നെക്സ്റ്റ് നോക്കാം, ദ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷന്റെ റൂട്ട് ആർ ഈക്വൽ എന്ന് പറഞ്ഞു. സോ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് ചോദിക്കുന്നു. റൂട്ട് ഈക്വൽ ആണെങ്കിൽ എന്താണ് നമുക്കറിയാം? രണ്ട്, അതായത് നമുക്ക് എന്താ റൂട്ട് ഈക്വൽ ആണ് എന്താ? -b + or -√b² - 4ac / 2a. ഇതിൽ റൂട്ട് ഈക്വൽ ആവണമെങ്കിൽ നമ്മൾ ഇതാ ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന സാധനം എന്താവണം? 0 ആവണം. അത് 0 ആവണമെങ്കിൽ എന്തായിരിക്കണം? അതായത് ഈ ടേം കംപ്ലീറ്റ് എലിമിനേറ്റ് ആവണം, എങ്കിലല്ലേ റൂട്ട് ഈക്വൽ ആവും. പ്ലസും മൈനസും ഇല്ല. അപ്പം അത് കംപ്ലീറ്റ് 0 ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ b² = 4ac ആവണം. അതായത് ഈ b² = 4ac ആയാൽ ഈ റൂട്ടിനകത്ത് 0 ആയി. ക്ലിയർ? ആ കംപ്ലീറ്റ് ടേം 0 ആയിപ്പോയി. അപ്പം അങ്ങനെയാണെങ്കിൽ b² = 4ac ആണ്. ഇവിടെ എന്താ? ഇത് a b c ആണ്. b² എന്താണ്? 1². എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് 1. അപ്പോൾ 1² = 4. a എന്താണ്? എന്റെ പ്ലേസിൽ a തന്നെ ഉള്ളത്. x² കോഎഫിഷ്യന്റ് ആണ് a. അപ്പോൾ a അതുപോലെ എഴുതുക. c എന്ന് പറയുന്നിടത്ത് b ആണുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ b² എവിടെയും വരുന്നില്ല. ഇവിടെ നോക്കിയേ, ab എന്നത് ഇവിടെ വെക്കാം, ഇതിങ്ങോട്ട് പോയാൽ 1/4 കിട്ടും. അപ്പോൾ ab = 1/4. ഓക്കെ, ഓപ്ഷൻ എ അല്ലേ കറക്റ്റ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് നമ്മൾ കുറച്ച് ടഫ് വന്നിട്ടുള്ളത്. ഏതാണ്? ആ വാട്ടർ ടാങ്കിന്റെ. ബാക്കിയെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അടുത്ത് നോക്കിയാൽ നമുക്ക് ദ സം ഓഫ് 2 നമ്പേഴ്സ് ഈസ്, അപ്പോൾ രണ്ട് നമ്പറിന്റെ സം എന്ന് പറയുന്നത് 430 ആണ്. അതിന്റെ HCF എന്ന് പറയുന്നത് 43 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ കറക്റ്റ് പെയർ ഏതാണ്? നമ്പറിന്റെ കറക്റ്റ് പെയർ ഏതാണ്? അതായത് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് രണ്ട് നമ്പർ, അതിന്റെ HCF 43 ആണ്. അപ്പോൾ ഈ HCF എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നമ്പറിൽ അടങ്ങിയിരിക്കുന്ന, രണ്ടിലും കോമൺ ആയിട്ട് അടങ്ങിയിരിക്കുന്ന ഏറ്റവും വലിയ നമ്പറിനെയാണ് അതിന്റെ HCF എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം നമ്പറിനെ. ഒരു നമ്പർ 43x, മറ്റൊരു നമ്പർ 43y അല്ലേ? അതായത് നമ്മൾ ഇവിടെ നോക്കിയേ, 4ഉം 10ഉം. ഇതിന്റെ HCF എത്രയാണ്? ഇതിന്റെ HCF 2 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ 2 × 2 എന്ന് എഴുതാം. ഇവിടെ 2 × 5 എന്ന് എഴുതാം. മനസ്സിലായോ? അപ്പോൾ അതുപോലെ ഈ 2ന് പകരം, ഈ 2 പകരം നമ്മൾ 43 എഴുതി. ഈ 2നും ഇതിന് പകരം ഇത് x ആണ്, ഇത് y ആണ്. അപ്പം അങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇത്. അപ്പം ഇവിടെ HCF എന്താണ്? HCF എന്ന് പറയുന്നത് 2 ആണ്. ക്ലിയർ? അപ്പം അങ്ങനെ അതുപോലെ HCF × ഒരു നമ്പർ ചെയ്താൽ നമുക്ക് ആ നമ്പർ കിട്ടും. അതുപോലെ ഇവിടെയും HCF × ഒരു നമ്പർ ചെയ്താൽ എന്താ? y കിട്ടും. അപ്പോൾ ഇത് തമ്മിൽ നമുക്ക് കൂട്ടിയാൽ എത്ര കിട്ടുന്നതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. രണ്ട് നമ്പർ തന്നു, ആ കൂട്ടിയാൽ 430 കിട്ടുമെന്ന് പറഞ്ഞു. 430 കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ 430 ആണ് കിട്ടുക. ഇവിടുന്ന് കോമൺ ആയി 43 എടുക്കാമല്ലോ. x + y എന്ന് പറയുന്നത് 430 ആണെന്ന് കിട്ടും. അപ്പോൾ x + y എന്ന് പറയുന്നത് നമുക്ക് 430/43 10 ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇവിടെ കൊടുക്കുന്ന ഈ വാല്യൂ ഇത് രണ്ടും കൂട്ടിയാൽ ഇവിടെ നമുക്ക് എന്താ കിട്ടി? 7 കിട്ടി. അതുപോലെ ഇവിടെ എക്സും വൈയും കൂട്ടിയാൽ നമുക്ക് 10 കിട്ടണം. 10 കിട്ടണം. വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ കിട്ടുന്ന ഈ എക്സിൻ്റെയും വൈൻ്റെയും HCF എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. കാരണം ഇതിൽ രണ്ടിൽ കോമൺ ഉള്ള ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് ഈ 43 ആണ്. ബാക്കി രണ്ടും ഈ എക്സും വൈ ഒക്കെ കോമൺ അല്ലാത്ത വാല്യൂ ആയിരിക്കും. അപ്പം അതിൻ്റെ ഈ എക്സിൻ്റെയും വൈൻ്റെയും നമ്മുടെ എന്താ HCF എന്ന് പറയുന്നത് 1 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ HCF 1 വരുന്ന x + y 10 വരുന്ന നമ്പറാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ x 1 കൊടുത്താൽ y നമുക്ക് 9 കൊടുക്കാം, തിരിച്ചും കൊടുക്കാം. x 1 കൊടുത്താൽ y 9 കൊടുത്താൽ ഇത് 10 കിട്ടും. അപ്പോൾ ഇതൊരു പെയറാണ്. അടുത്ത പെയർ ഏതാണ്? 2ഉം 8ഉം.
പക്ഷേ 2ഉം 8നും HCF ഒന്നല്ല, 2ആണ്. സോ ഇത് നമുക്കില്ല. അടുത്ത 3ഉം 7ഉം, അപ്പോൾ ഇതിൻ്റെ HCF 1 ആണ്. അപ്പോൾ ഇത് എടുക്കാം. പിന്നെ ഏതാ ഉള്ളത് നമുക്ക്? പിന്നെ 4ഉം 6ഉം, അതും പറ്റില്ലല്ലോ. 4ഉം 6ഉം നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെ HCF 2ആണ്. 5ഉം 5ഉം പറ്റില്ല. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ 2 നമ്പറാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എക്സിന് പകരം നമ്മൾ 1 കൊടുക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഇവിടെ എന്താ 1 കൊടുത്താൽ നമ്മൾ ഫസ്റ്റത്തെ ടേം 43 ആയിട്ട് കിട്ടില്ലേ? ഫസ്റ്റത്തെ ടേം 43 ആയിട്ട് കിട്ടും. അങ്ങനെ 43 വരുന്ന ഒരു ടേം പോലും ഇവിടെ ഇല്ല. മനസ്സിലാക്കണം, 43 വരുന്ന ഒരു ടേം പോലും ഇല്ല. അപ്പോൾ ഇതല്ല എടുക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ഇത് നോക്കിയാലോ. ആദ്യത്തേന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 43 × 3 ചെയ്താൽ നമുക്ക് 129 എന്ന് കിട്ടും. അപ്പം അങ്ങനെ വരുന്ന ഒന്നുണ്ട് ഇവിടെ. ഇനി നോക്കാം. 7 × 43 301 ആണെന്ന് കിട്ടും. ക്ലിയർ? ഇത് രണ്ടും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 430 ആണെന്ന് കിട്ടില്ലേ? കിട്ടും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സിമ്പിൾ അല്ലേ? ഈ കാര്യം നിങ്ങൾ പഠിച്ചു വെക്കുക. എന്താ, HCF തന്നാൽ നമുക്ക് ആ നമ്പർ എഴുതുന്ന രീതി നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത്? 18ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ആവറേജ് ഓഫ് 11 നമ്പർ അറേഞ്ചിങ് ഇൻ ആൻ ഓർഡർ ഈസ് 41. ആവറേജ് 11 നമ്പറിന്റെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 41 ആണ്. ദ ആവറേജ് ഓഫ് ദ ഫസ്റ്റ് 5, ആദ്യത്തെ 5 നമ്പറിന്റെ ആവറേജ് എന്ന് പറയുന്നത്, ആദ്യത്തെ 5 ആവറേജ് എന്ന് പറയുന്നത് 18. പിന്നെന്താ, ലാസ്റ്റ് 5, അവസാനത്തെ 5ന്റെ ആവറേജ് എന്ന് പറയുന്നത് 64. 6th നമ്പർ കണ്ടുപിടിക്കണ്ടേ? ഇപ്പം എത്രയായി? 5 5 10 നമ്പർ ആയിട്ടുള്ളൂ. 6th നമ്പറാണ് കണ്ടുപിടിക്കണ്ടേ. ഒന്നുമില്ല, നമുക്ക് സിമ്പിളാണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പെട്ടെന്ന് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. എത്രയാണ്? 451 ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 90 കിട്ടും. 64 × 5, 64ന്റെ പകുതി എടുത്തിട്ട് ഒരു 0 ഇട്ടാൽ പോരെ? 64 × 5 320 ആണ്. സോ ഇത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 410 കിട്ടും. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു? 10 നമ്പർ ആഡ് ചെയ്തു, 410 കിട്ടി. അപ്പോൾ നമ്മൾ നോക്കിയത് 11 നമ്പർ ഉണ്ട്. ആദ്യത്തെ 5 എണ്ണം കൂട്ടുമ്പോൾ ഇത് കിട്ടി, ഇത് 5 എണ്ണം കൂട്ടുമ്പോൾ 7 കിട്ടി. അപ്പോൾ 6ാമത്തെ നമ്പർ നമ്മൾ മിസ്സിംഗ് ആണ്. സോ ടോട്ടല് 451 ഉണ്ട്. 11 നമ്പറും കൂട്ടുമ്പോൾ ആവറേജ് 451 ആണ്. ഇത് ടോട്ടലാണ്. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച എന്താണ്? 11 നമ്പറിന്റെ ആവറേജ് 41 ആണെങ്കിൽ 11 × 41 ചെയ്താൽ നമുക്ക് ടോട്ടൽ നമ്പർ കിട്ടും. സോ ടോട്ടൽ കിട്ടി 451. അതിന്ന് ഇവിടെ ടോട്ടൽ കിട്ടി 10 ടോട്ടൽ കിട്ടി. ആദ്യത്തെ 5ന്റെയും അവസാനത്തെ 5ന്റെയും നമ്മൾ ടോട്ടൽ കിട്ടി 410 ആണെന്ന് കിട്ടി. അപ്പം അങ്ങനെയാണെങ്കിൽ ഫുള്ള് 11 ടോട്ടലിൽ നിന്ന് 10 ടോട്ടൽ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 6ാമത്തെ കിട്ടും, 41 ആണെന്ന് കിട്ടും. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 19ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിയാൽ വാല്യൂ ഓഫ് ഇതാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കിയേ, റൂട്ടിനകത്ത് പോയിന്റ് കഴിഞ്ഞിട്ട് 2 വാല്യൂ വന്നാൽ റൂട്ടിന് വെളിയിൽ വരുമ്പോൾ ഒരു പോയിന്റ് മാത്രമേ ഉണ്ടാവും. സോ 81 എന്ന് പറഞ്ഞാൽ നമുക്ക് 9 ആണെന്നറിയാം. 0.81 എന്ന് പറഞ്ഞാൽ 0.9 ആണ്. മൈനസ് ഇവിടെ 4 പോയിന്റ് വന്നു. റൂട്ട് കഴിഞ്ഞിട്ട് 4 സ്ഥാനം, പോയിന്റ് കഴിഞ്ഞിട്ട് 4 സ്ഥാനം വന്നു. അപ്പോൾ റൂട്ടിന് പുറത്തെടുക്കുമ്പോൾ 2 സ്ഥാനം മാത്രം. പിന്നെ 144ൻ്റെത് 12 ആണ് സ്ക്വയർ റൂട്ട്. സോ 0.12 ആണ് ഇവിടെ കിട്ടുക. ക്ലിയർ? അപ്പം ഇങ്ങനെ കിട്ടും. ബ്രാക്കറ്റിനകത്ത് നോക്കി ഇങ്ങനെ കിട്ടുക. ഇത് പിന്നെ പ്ലസ് പോയിന്റ്, അതായത് 0.4 / 0.5, ഒന്നുമില്ല, 4/5 ചെയ്താൽ മതി. 4/5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4/5 ചെയ്താൽ 0.8 എന്ന് കിട്ടും. ക്ലിയർ? 0.8 കിട്ടും. അപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ 0.6 പ്ലസ്, ഇനിയോ നോക്കിയാൽ 0.9ഉം ഇത് തമ്മിൽ ചെയ്താൽ നമുക്ക് 0.92 കിട്ടും. ഇവിടെ 0.6 ആണ്. ഇനിയോ 0.6ഉം ഇത് ചെയ്യുമ്പോൾ 0.02 മൈനസ് അല്ലേ കിട്ടുക? മൈനസ് കിട്ടും. സോ ഫൈനൽ 0.58 ആണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇത്രയൊന്നും ചെയ്യണ്ട, നിങ്ങൾ എന്താ ആദ്യം തന്നെ ചെയ്യണം. ഇത്രയും എഴുതി ചെയ്യണ്ട, പറ്റുമെങ്കിൽ എഴുതി ചെയ്തോ. ഐ മീൻ എന്താ, ഇത് പറ്റില്ലെങ്കിൽ, ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എഴുതിയിട്ട് ചെയ്തോ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ആവറേജ് സ്പീഡ് ഓഫ് ഗൗരവ് ഡ്യൂറിങ് 2-way ജേർണി ഈസ് 15 km/s. ഇഫ് ഹി വാക്ക്ഡ് എ ഡിസ്റ്റൻസ് എത്രയാണ്? 20 km എവറി അവർ വൈൽ, അതായത് 20 km/h ആണ് ഗോയിങ്. 20 km എവറി അവർ എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആണ്ട, 20 km/h. ദെൻ ഹി സ്പീഡ് വൈൽ റിട്ടേണിംഗ് ഉള്ള സ്പീഡ് കണ്ടുപിടിക്കണം. ഒന്നുമില്ല, ആവറേജ് സ്പീഡ് എന്താണ്? ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ നമുക്കറിയാമല്ലോ. എന്താണ്? 2 സ്പീഡാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിൽ 2
എക്സ് വൈ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ ആണ് ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ. ഇവിടെ നമുക്ക് ആവറേജ് സ്പീഡ് എത്രയാണ് തന്നിട്ടുള്ളത്? 15 തന്നു. 15 തന്നു. ഓക്കെ, പിന്നെ 2 ഇൻറ്റു എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴുള്ള സ്പീഡ് എത്രയാണ്? 20. തിരിച്ചു വരുമ്പോഴുള്ള സ്പീഡ് എന്താ? അറിയില്ല. അത് നമുക്ക് വൈ തന്നെ കൊടുക്കാം. ഡിവൈഡ് ബൈ എക്സ് 20 ആണ് പ്ലസ് വൈ. ഇനിയോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ, അല്ലെങ്കിൽ ഇവിടുന്ന് കട്ട് ചെയ്യാം. നമുക്ക് ഇവിടുന്ന് തന്നെ കട്ട് ചെയ്യാം. കാരണം ന്യൂമറേറ്ററിൽ പെട്ടെന്ന് കട്ട് ചെയ്യാമല്ലോ. ഇതും കട്ട് ചെയ്യുന്നു. ഇത് 3 കിട്ടുന്നു, ഇത് 4 കിട്ടുന്നു. 5 കൊണ്ട് കട്ട് ചെയ്തു. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 60 പ്ലസ് 3y ഈക്വൽ ടു എത്രയാണ്? 4 2 8y. സോ 60 ഈക്വൽ ടു 5y കിട്ടും. y ഈക്വൽ ടു 60/5 12 എന്ന് കിട്ടും. സോ 12 ആണ് നമുക്ക് ആൻസർ ആയി കിട്ടുക. 12 കിട്ടില്ലേ? ഓപ്ഷൻ ഏതാ? സി ആണ് കറക്റ്റ്. ഓക്കെ, ഓപ്ഷൻ സി കറക്റ്റ്. നെക്സ്റ്റ് നോക്കാം. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 21ാമത്തെ നോക്കിയാൽ സിമ്പിൾ ആണ്. ദ ആവറേജ് ഏജ് ഓഫ് 2 പേഴ്സൺ ഡിഫർ ബൈ എത്രയാണ്? 30 ഇയേഴ്സ് ആണ്. ഇഫ് 5 years ago ദ എൽഡർ വൺ വാസ്, അതായത് 5 വർഷം മുന്നേ പ്രസന്റ് ഇവിടെയാണ്. 5 വർഷം മുന്നേ രണ്ടുപേരുടെയും റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? എൽഡർ വൺ ഈസ് 3 times. എൽഡർ വൺ 3 times എത്രയാണ്? യങ്ങർ വൺ. അതായത് ഒരാൾ മറ്റാളെക്കാളും 3 times കൂടുതലാണ്. അപ്പോൾ 3:1 ആണ്. വലുതാള് 3 ആണ്, മറ്റാള് 1 ആണ്. സോ ദെൻ ദ പ്രസന്റ് ഏജ് ഒന്നുമില്ല. 5 വർഷം മുന്നത്തെ അവരുടെ റേഷ്യോ നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഡിഫറൻസും തന്നിട്ടുണ്ട്. റേഷ്യോ എപ്പോഴും 3:1 ആണ്. എല്ലാ ടൈമിലും ഇവരുടെ ഏജിന്റെ വ്യത്യാസം സെയിം ആയിരിക്കില്ലേ? അപ്പോൾ ഇവിടുത്തെ ഏജിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് 30 ഇയേഴ്സ് ആണ്. ശരിക്കും എത്ര യൂണിറ്റ് ആണ് ഡിഫറൻസ്? 3ഉം 1ഉം 2 യൂണിറ്റ് അല്ലേ? അപ്പോൾ ഈ 2 യൂണിറ്റ് എന്ന് പറയുന്നത് 30 വയസ്സാണ്. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 15 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയാണ്? 1 യൂണിറ്റ് 15. അപ്പോൾ ഇത് 15 ആയിരിക്കും. ഇവിടെ 15 വയസ്സ്. ആരതാ കണ്ടുപിടിക്കേണ്ടത് നമുക്ക്? പ്രസന്റ് ഏജ് ഓഫ് യങ്ങർ 15 ആണ്. 15 ഇങ്ങോട്ട് 5 കൂട്ടണം. അപ്പോൾ 20 കിട്ടി. 20 ആണ് വയസ്സ് കിട്ടുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, 20 വയസ്സാണ്. അടുത്ത എത്ര? 22ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? ക്വാഡ്രാറ്റിക് എന്താ? x² എന്ന് വരുന്ന ഇക്വേഷനാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ക്വാഡ്രാറ്റിക് ഏതാണ് ക്വാഡ്രാറ്റിക്? ഒന്നാമത്തെ ക്വാഡ്രാറ്റിക് ആണോ? b² വരുന്നുണ്ടോ? എല്ലാത്തിലും x² നമ്മൾ നോക്കണമെന്നില്ല. ഇവിടെ എന്താ? b ആയാലും മതി. b² വരുന്നുണ്ടോ? b² വരുന്നില്ല. കാരണം ഇവിടെ b മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതല്ല എന്തായാലും. ഇവിടെ നോക്കുമ്പോൾ x² വന്നിട്ടുണ്ട്. നോക്കിയേ, x² വരും. അപ്പോൾ ഇത് ആവാം. ഇനി നോക്കിയേ, ഇവിടെ നോക്കുമ്പോൾ p² വന്നു. പക്ഷേ ഇവിടെ സ്ക്വയർ വരും. പക്ഷേ ഇതോടെ ഒരു ക്യൂബും വന്നു. അപ്പോൾ സ്ക്വയർ മാത്രമല്ല, ഇത് ക്യൂബിക് ഇക്വേഷൻ ആണ്. അപ്പോൾ ഇതും അല്ല. ഇത് ലീനിയർ ഇക്വേഷൻ, ഇത് ക്യൂബിക് ആണ്. ഇവിടെ സ്ക്വയർ റൂട്ട് വന്നു. അപ്പോൾ ഇതും അല്ല. ഓപ്ഷൻ ഇതാണ് കറക്റ്റ്. പക്ഷേ നമ്മൾ അവിടെ എല്ലാം ഇടണ്ടേ. എന്നിട്ട് ബി കൊണ്ട് കറക്റ്റ് ചെയ്യരുത്. ഇവിടെ എ ആണ് കറക്റ്റ്. കാരണം എയിലാണ് 2 എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെയും നമ്മൾ ട്വിസ്റ്റ് വരാം. അപ്പോൾ അത് നിങ്ങൾ ആലോചിച്ച് ചെയ്യണം. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. രണ്ടാമത്തെ ഇക്വേഷൻ ആണ് കറക്റ്റ്. ഇപ്പോൾ നമ്മുടെ 23ാമത്തെ ക്വസ്റ്റ്യനിൽ എത്തിയിട്ടുണ്ട്. ഇഫ് ദ പെരിമീറ്റർ ഓഫ് വൺ ഫേസ് ഓഫ് എ ക്യൂബ് ഈസ് 24. ക്യൂബിന്റെ പെരിമീറ്റർ 24 ആണ്. അപ്പോൾ ഇതല്ലേ ക്യൂബ്. നമുക്ക് ഇങ്ങനെ ക്യൂബ് വരക്കാം. അപ്പോൾ ഇതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 24 ആണെന്ന് പറഞ്ഞു. പെരിമീറ്റർ എന്താ? ഈ ഒരു ഫേസിന്റെ പെരിമീറ്റർ, ഈ ഒരു ഫേസിന്റെ മാത്രം എത്രയാണ്? 24. അപ്പോൾ അതെന്താണ്? ഇത് എ, ഇത് എ, ഇത് എ, ഇത് എ. അപ്പോൾ 4a ആണ് പെരിമീറ്റർ എന്ന് പറയുന്നത് 24. 4a എന്ന് പറയുന്നതാണ് 24. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? 6 ആയിരിക്കില്ലേ? എ 6 കിട്ടി. ഇവിടെ ചോദിക്കുന്നത് എന്താ? വോളിയം ചോദിക്കുന്നു. വോളിയം എന്ന് പറയുന്നത് എന്താണ്? a³ ദാറ്റ് ഈസ് ഈക്വൽ ടു 6³ ഈക്വൽ ടു 216. 216 ആണ് നമ്മുടെ വോളിയം എന്ന് പറയുന്നത്. ക്ലിയർ? പെരിമീറ്റർ തന്നു. അപ്പോൾ ഈ ഒരു ഫേസിന്റെ മാത്രമാണ് പെരിമീറ്റർ. അത് 4a ആണ്. അവിടുന്ന് എ കണ്ടുപിടിക്കാം. വോളിയം a³ ആണ്. അപ്പോൾ ആൻസർ എന്താ? 216 cm³. 24ാമത്തെ ക്വസ്റ്റ്യൻ. ശ്രീനിവാസ് ഹാസ് ജസ്റ്റ് ഗോട്ട് മാരീഡ് ടു എ ഗേൾ ഹു ഈസ് 4 years younger than him. അപ്പോൾ ശ്രീനിവാസിന്റെ വയസ്സ് ഇപ്പം വൈഫിന്റെ വയസ്സ് x ആണെങ്കിൽ ശ്രീനിവാസിന്റെ x+4 ആയിരിക്കും. രണ്ടുപേരും ഡിഫറൻസ് 4 ആണ്. ആഫ്റ്റർ 5 years
their average age will be 33 years. Find the present age of girl. അപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ട് പ്ലസ് 5 വർഷം, അപ്പോൾ എന്ത് കിട്ടും? ശ്രീനിവാസിന്റെ വയസ്സെന്ന് പറഞ്ഞാൽ ഇപ്പൊ x പ്ലസ് 4 5 വർഷം കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഒരു 5 കൂടെ കൂട്ടും, അപ്പോൾ x പ്ലസ് 9 കിട്ടും. ഇയാളത് x പ്ലസ് 5 കിട്ടും. ഓക്കെ, ഇനി ഇവരുടെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 33 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആവറേജ് എന്താ? ഇത് നമ്മൾ കൂട്ടാം ആദ്യം. x പ്ലസ് 9ഉം x പ്ലസ് 5ഉം 2x പ്ലസ് എത്ര കിട്ടും? 14. ഇതാണ് ടോട്ടൽ സമ്മ്. ഡിവൈഡ് ബൈ 2, രണ്ടാമതായതുകൊണ്ട് 2 എന്ന് പറയുന്നത് 33 ആണ്. 2x പ്ലസ് 14 ഈക്വൽ ടു എത്ര കിട്ടും? 66. 2x ഈക്വൽ ടു 64, ഈ 14 ഇങ്ങോട്ട് പോയാൽ മൈനസ് 14, അപ്പോൾ 52 കിട്ടും. x എന്ന് പറയുന്നത് 52/2 ഈക്വൽ ടു എന്ത് കിട്ടും? 26 എന്ന് കിട്ടില്ലേ? എക്സ് ആര് വാല്യൂ കണ്ടുപിടിക്കണ്ടേ? പെർസെൻറ്റേജ് ഓഫ് ഗേൾ, ഗേളിന്റെ വാല്യൂ, ഗേളിന്റെ പെർസെൻറ്റേജ് ആണ്. ഇതല്ലേ പെർസെൻറ്റേജ് ആണ് പറഞ്ഞത്. ദെൻ ആഫ്റ്റർ 5 years, അപ്പോൾ പെർസെൻറ്റേജ് എക്സ് ആണ്. എക്സ് എന്ന് പറയുന്നത് 26 ആണ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുക. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 25ാമത്തെ ക്വസ്റ്റ്യൻ. 1 year ago the ratio of age of സാകേത് ആൻഡ് തിലക് വാസ്. അപ്പോൾ ഒരു വർഷം മുന്നേ, ഇവിടെ പെർസെൻറ്റേജ്, ഒരു വർഷം മുന്നേ തിലക്, സാകേത്, ആരൊക്കെ ഉള്ളത്? സാകേതും തിലകും. ഇനി ഒരു വർഷം മുന്നേ അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 5:6 ആണ്. 4 years hence, ഇനി 4 വർഷം കഴിഞ്ഞിട്ട് പ്രസന്റ്, അപ്പോൾ ഒരു വർഷം മുന്നേ പറയുമ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാളും ഒരു വർഷം മുന്നേ. ഇനി 4 വർഷം കഴിഞ്ഞ്, 4 വർഷം കഴിഞ്ഞ് പറയുമ്പോൾ 4 ഒക്കെ പ്രസന്റ് കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ എന്താ റേഷ്യോ എന്ന് പറയുന്നത് 6:7 ആണ്. 4 വർഷം കഴിഞ്ഞ് 6:7, ഇതാണ് റേഷ്യോ കേട്ടോ. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് സാകേത്, അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് സാകേത് ഇവിടെയാണ് കണ്ടുപിടിക്കേണ്ടത്. പെർസെൻറ്റേജ് ഓഫ് സാകേത് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഇവിടുന്ന് ഇവിടത്തേക്ക് എത്രയാണ് കൂടിയത്? 1 യൂണിറ്റ് അല്ലേ കൂടിയത്? 6 1 7 ഇവിടുന്ന് ഇങ്ങോട്ട് എത്രയാണ് കൂടിയത്? 5 1 6. അപ്പോൾ രണ്ടും കൂടിയത് 1 ആണ്. രണ്ടിനും ഈക്വൽ ആയിട്ട് കൂടിയിട്ടുണ്ട്. ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് നമ്മൾ വേറെ പറഞ്ഞിട്ടുണ്ട്. ഈക്വൽ ആണെങ്കിൽ രണ്ടും കൂടിയത് എന്താ? ഈക്വൽ ആയി. 5 6 6 7 അപ്പോൾ രണ്ടും 1 ആണ് കൂടിയത്. ഈ 1 യൂണിറ്റ് കൂടാൻ എത്ര വർഷം എടുത്തു? ഈ 1 യൂണിറ്റ് കൂടാൻ ഇവിടുന്ന് ഇവിടത്തേക്ക് 4 എടുത്തു, ഇവിടുന്ന് ഇവിടത്തേക്ക് 1 എടുത്തു. ടോട്ടൽ ഈ 1 യൂണിറ്റ് കൂടാൻ ഇവിടെ 5 വർഷം എടുത്തു അല്ലേ? ആ റേഷ്യോയിൽ 1 യൂണിറ്റ് കൂടാൻ 5 വർഷം എടുത്തില്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 5 ആണ്. ഇനി ചോദിക്കുന്നത് എന്താണ്? ഇവിടുത്തെ സാകേതിന്റെ വയസ്സ്. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള സാകേത് 5 യൂണിറ്റ് ആണ്. അപ്പോൾ 1 യൂണിറ്റ് 5 ആണെങ്കിൽ 5 യൂണിറ്റ് എന്താ? 5 × 5 5 × 5 25 ആണ് സാകേതിന്റെ വയസ്സ് കിട്ടുക. 25 ആണ് സാകേതിന്റെ ഒരു വർഷം മുന്നത്തെ വയസ്സ് കിട്ടുക. ഇവിടെ ചോദിച്ചെന്താണ്? പെർസെൻറ്റേജ് ഓഫ് സാകേത്. അപ്പോൾ എന്താ? ഇപ്പോഴത്തെ ഏജ് ഒരു വയസ്സ് കൂടെ കൂട്ടണ്ടേ? പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞിട്ട്, അതായത് പെർസെൻറ്റേജിന് മുന്നേ ഉള്ള വയസ്സാണ് നമുക്ക് 25 കിട്ടിയത്. അപ്പോൾ ഇപ്പോഴത്തെ വയസ്സ് 26 ആണ്. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ആണ്. ക്ലിയർ? അപ്പോൾ 26 വയസ്സാണ് ഇപ്പോഴത്തെ ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അപ്പോൾ നമ്മുടെ 25 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ചെയ്ത് മാറ്റണം. അപ്പോൾ ഇതിൽ നോക്കിയാൽ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് കുറച്ച് ടഫ് വരുന്നത്, ആ സിലിണ്ടറിന്റെ ക്വസ്റ്റ്യൻ. അതിൽ കുറച്ച് കാൽക്കുലേഷൻ, അതും ടഫല്ല, എന്താ കാൽക്കുലേഷൻ മാത്രമാണ് കുറച്ച് വരുന്നത്. ബാക്കിയൊക്കെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് 25 ക്വസ്റ്റ്യനും അടിച്ചെടുക്കാൻ പറ്റുന്ന എക്സാം ആണ്. അപ്പോൾ മറ്റൊരു ഷിഫ്റ്റിലെ ക്വസ്റ്റ്യനുമായി നമുക്ക് അടുത്ത ക്ലാസ് കാണാം.